തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മള് സുബോധ ജീവിതം രണ്ടാമത് തുടങ്ങിയിട്ട് ഇപ്പൊ 3-4 ആഴ്ചയായി. കഴിഞ്ഞ ആഴ്ച നമ്മള് പറഞ്ഞത് നമ്മൾ ഓപ്പൺ മൈൻഡ് ആയിട്ട് ഇരിക്കാന്നാണ്. ഈ ആൽക്കഹോളിക്സിന് മാത്രമല്ല, പൊതുവെ ഉള്ള ആൾക്കാരുടെ ഒക്കെ ഒരു പൊതു സ്വഭാവം ഉണ്ടല്ലോ. നമ്മൾ ഏതൊരു കാര്യം കേൾക്കുമ്പോഴും നമ്മുടെ ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് അതിനെ കേൾക്കുക. അങ്ങനെ അല്ലാതെ ഒരു ഫ്രീ ആയിട്ട് ഈ എന്താ പറയാ, ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ തൽക്കാലം മാറ്റി വെച്ചിട്ട് ഒരു പുതിയ കാര്യം കേൾക്കുന്നത് പോലെ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ ആദ്യം പറഞ്ഞിട്ടുള്ളത്. കാരണം ഇത് കേട്ട് ഉൾക്കൊണ്ടാൽ മാത്രം പോരാ, ഇത് പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ട ഒരു സാധനമാണ്. അങ്ങനെ പ്രവൃത്തി കൊണ്ടുവരണമെങ്കിൽ അത് അങ്ങനെ കേൾക്കണം, അങ്ങനെ അത് ഉൾക്കൊള്ളണം, എന്നിട്ട് വേണം അത് പ്രവൃത്തി കൊണ്ടുവരാൻ. അങ്ങനെ പ്രവൃത്തി കൊണ്ടുവന്നാൽ മാത്രമേ ഇതിന്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് കേട്ടത് കൊണ്ടോ പഠിച്ചത് കൊണ്ടോ ഉപകാരം ഉണ്ടാവില്ല. അറിവ് പ്രവൃത്തിയിലേക്ക് വന്നില്ലെങ്കിൽ ആ അറിവ് കൊണ്ട് യാതൊരു കാര്യമില്ല. പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അത് അങ്ങനെ വേണം അത് ശ്രദ്ധിക്കാൻ. അതുകൊണ്ടാണ് ഈ തുറന്ന മനസ്സോടുകൂടി ഇതിനെ കേൾക്കണം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് എല്ലാം കേട്ട് പഠിക്കണമെന്നും പറയുന്നില്ല. ഇതിനകത്ത് കഴിഞ്ഞ ആഴ്ച അവസാനം പറഞ്ഞത് ഒരു ബൊഫെ പോലെയാണ്. ബൊഫെ നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് കഴിക്കുന്നതാണ് ബൊഫെ. നമ്മള് ചിലത് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റു ചിലത് എടുത്തിട്ട് നമ്മൾ അപ്പുറം പോയെങ്കിലും ആദ്യം കണ്ട സംഗതി ചിലപ്പോൾ നമ്മൾ തിരിച്ചു വന്ന് ചിലപ്പോൾ രണ്ടാമത് എടുത്തേക്കാം. ഇപ്പൊ ഈ ഇന്നൊരു ബൊഫെ ഭക്ഷണ ശാലയിൽ പോയിട്ട് വരികയാണ്. അപ്പോ ഈ പൊറോട്ട ഉണ്ട്, കപ്പയുണ്ട്, ചപ്പാത്തി ഉണ്ട്, വെള്ളയപ്പം ഉണ്ട്, നൂൽപുട്ടുണ്ട്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. നമ്മൾ ആദ്യം ഇഷ്ടമുള്ള പൊറോട്ട ഒരെണ്ണം എടുത്തിട്ട് പോയി. അത് കഴിഞ്ഞ് വന്ന് തിരിച്ചു വന്ന് ഒരു വെള്ളയപ്പം എടുത്തിട്ട് പോയി. അപ്പൊ വെള്ളയപ്പം അവിടെ വേണ്ടാന്ന് പറഞ്ഞ് വെച്ചതാണ്. പക്ഷെ രണ്ടാമത് തിരിച്ചു വന്ന് അത് എടുത്തിട്ട് പോയി. അപ്പൊ അത് ഒഴിവാക്കിയതല്ല, അത് തൽക്കാലം വേണ്ടാന്ന് വെച്ചു. പക്ഷെ ഇഷ്ടമുള്ളത് എടുത്തു. പക്ഷെ മറ്റത് വന്നിട്ട് രണ്ടാമത് എടുത്തു. ഇതുപോലെ തന്നെയാണ് ഇതിലെ ആശയങ്ങളും എന്നാ പറയുന്നത്. നമുക്ക് വേണ്ടാത്തത് അവിടെ വെക്കുക, പക്ഷെ അത് വേണ്ട എന്ന് തീരുമാനിക്കണ്ട. അത് ചിലപ്പോൾ പിന്നീട് ആവശ്യം വന്നേക്കാം, ആ സമയത്ത് വന്ന് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ആഴ്ച അവസാനിപ്പിച്ചത്. ഇനി അടുത്തത് പറയുന്നത് നിങ്ങളുടെ സാമാന്യബോധം ഉപയോഗിക്കാമെന്നാണ്. മിക്കവാറും ഉള്ള വിശദീകരണങ്ങളിലെല്ലാം തന്നെ അങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധം പറയുന്നില്ല. അങ്ങനെ നിങ്ങൾ ചെയ്തോളണമെന്നില്ല, നിർബന്ധമായിട്ടും ചെയ്യാന്നുള്ളതല്ല. അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യാവുള്ളൂ എന്നുമില്ല. അത് എൻ്റെ സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് എനിക്ക് യോജിച്ച രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാണ് സാമാന്യബോധം ഉപയോഗിക്കുക എന്ന് പറയുന്നത്. എന്താ ഏറെക്കുറെ മറ്റെല്ലാ ആശയങ്ങളെയും പോലെ തന്നെ ഈ ചെറുഗ്രന്ഥത്തിലെ നിർദ്ദേശങ്ങളും ദുരുപയോഗിക്കപ്പെടാം. ഉദാഹരണത്തിന് മിഠായി കഴിക്കുക എന്ന ഒരു ആശയം ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും മദ്യപിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മധുര പലഹാരങ്ങൾ കഴിക്കുക, മിഠായി കഴിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു മിഠായി എങ്കിലും വാങ്ങി കീശയിലിടാതെ അത് കഴിക്കുക. ഒരു ഷുഗർ പേഷ്യന്റ് ആണ് എങ്കിൽ അത് ശരിയല്ലല്ലോ. അപ്പൊ എല്ലാവരോടും മിഠായി കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവുക? അപ്പൊ പിന്നെ ഇവരെന്താണ് എങ്ങനെ പറയണത് എന്ന ഒരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും പ്രമേഹ രോഗികൾ, അമിതവണ്ണമുള്ളവർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദ രോഗമുള്ളവർ മധുരമുള്ള വസ്തുക്കൾക്ക് പകരം അവരുടെ ആരോഗ്യത്തിന് തകരാറുണ്ടാക്കാത്ത, അതേസമയം മദ്യാസക്തിയിൽ നിന്ന് മോചനം നേടുക എന്ന ആശയത്തിന്റെ പ്രയോജനം ലഭിക്കത്തക്കവണ്ണം മറ്റെന്തെങ്കിലും കഴിക്കണം. ഈ മിഠായി കഴിക്കുക എന്ന് പറയുന്നതിന്റെ ശാസ്ത്രം എന്താണെന്ന് ചോദിച്ചാല്, നമ്മൾ ഏറ്റവും നന്നായി വിശന്നിരിക്കുന്ന സമയത്ത് നമുക്ക് അല്പം മധുരം ഉള്ളിൽ ചെന്നാൽ ആ വിശപ്പ് അവിടെ നിന്ന് അപ്രത്യക്ഷമാകും. മധുര പലഹാരം ചെന്ന് കഴിഞ്ഞാൽ വിശപ്പ് നഷ്ടപ്പെടും. ആ വിശന്നിരിക്കുന്ന സമയത്താണ് മദ്യപിക്കാൻ ചിലപ്പോൾ തോന്നുക. അതുകൊണ്ട് ആ വിശപ്പിനെ ഒന്ന് അടക്കി കഴിഞ്ഞാൽ ആ മദ്യപിക്കാനുള്ള ആ ടെൻഡൻസി കുറയും. അതായത് ഒരു 10-20 കാര്യങ്ങളുണ്ടല്ലോ മദ്യപിക്കാനുള്ള, മദ്യപാനവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സംഗതികളുണ്ട്.
ആ കണക്റ്റഡ് ആയിട്ടുള്ള സംഗതി വരുമ്പോ തന്നെ നമുക്ക് മദ്യപാനത്തെ ഓർമ്മ വരും. അതായത് വിശപ്പും മദ്യപാനമായിട്ട് കണക്റ്റഡാണ്. അതുകൊണ്ട് വിശന്ന് ഇരുന്ന് കഴിഞ്ഞാൽ മദ്യപിക്കുന്ന കാര്യം ഓർമ്മ വരും. യാത്ര മദ്യപാനമായിട്ട് കണക്റ്റഡാണ്. ഇപ്പൊ യാത്ര പോണ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. ദേഷ്യം മദ്യപാനമായിട്ട് കണക്റ്റഡാണ്. ടെൻഷൻ മദ്യപാനമായിട്ട് കണക്റ്റഡ്. അപ്പൊ ടെൻഷൻ വരുമ്പോൾ മദ്യപാനം ഓർമ്മ വരും. അതുപോലെ ഉത്സവം, ആഘോഷം ഇതെല്ലാം മദ്യപാനമായിട്ട് കണക്റ്റഡ് ആണ്. ആ സമയം മദ്യപാനം ഒരു ആഘോഷം വരുന്ന സമയത്ത് മദ്യപിക്കുന്ന കാര്യം ഓർമ്മ വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് മദ്യപിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ജീവിതത്തിലെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. കാരണം നമ്മൾ ഇതീ പറഞ്ഞ സംഗതികളെല്ലാമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ മദ്യപിക്കുക ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ദേഷ്യം വന്നു കഴിഞ്ഞാല് പോയി മദ്യപിക്കുക, ടെൻഷൻ വന്നാൽ മദ്യപിക്കുക, പ്രശ്നങ്ങൾ വന്നാൽ മദ്യപിക്കുക, ബോറടിക്കുമ്പോ മദ്യപിക്കുക, ഒറ്റയ്ക്കായിരിക്കുമ്പോ മദ്യപിക്കുക, അതുപോലെ വിശക്കുമ്പോ മദ്യപിക്കുക, അങ്ങനെയുള്ള കുറെ സംഗതികൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത് മദ്യപാനം അങ്ങ് മാറ്റി വെച്ചാലും അതേപോലെ ഉള്ള സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ വീണ്ടും മദ്യപാനം ഓർമ്മ വരും. അതിലൊരു സംഗതിയാണ് വിശക്കുക എന്ന് പറയുന്നത്. ഈ വിശപ്പിനാണ് ഇല്ലാതാക്കാനാണ് മിഠായി കഴിക്കാൻ പറഞ്ഞത്. അത് ഇതിന്റെ അകത്ത് മിഠായി കഴിക്കാന്ന് പറഞ്ഞ പ്രമേഹ രോഗികൾ ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് പരിപാടിയാണ് പറഞ്ഞത്? ഈ പ്രമേഹ രോഗമുള്ള ആൾ മിഠായി കഴിച്ചാൽ ശരിയാവുമോ എന്ന് ചോദിക്കേണ്ടതില്ല. അത് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ഈ എന്തിനാണ് മിഠായി കഴിക്കുക എന്ന് പറഞ്ഞത്? വിശപ്പ് ഇല്ലാതാക്കുക വേണം. അതിന് മറ്റെന്തെങ്കിലും ചെയ്താൽ മതി. അപ്പൊ അതിന് പ്രയോജനം മറ്റെന്തെങ്കിലും കഴിക്കണം. നിരവധി പോഷകാഹാര വിദഗ്ധർ പ്രോട്ടീൻ അധികമുള്ള ലഘുഭക്ഷണങ്ങളാണ് മധുരപലഹാരങ്ങളെ അപേക്ഷിച്ച് പൊതുവെ എല്ലാവർക്കും നല്ലതെന്ന് പറയുന്നത്. ചിലപ്പോൾ നട്ട്സ് കഴിച്ചാൽ മതിയാവും. ഏതെങ്കിലും ഏതെങ്കിലും നട്ട്സ് എടുത്ത് കഴിക്കുക. അങ്ങനെ എന്തെങ്കിലും കഴിച്ച് തൽക്കാലം വിശപ്പ് ഒന്നങ്ങാട് അടക്കി കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മദ്യപിക്കാനുള്ള ടെൻഡൻസി അവിടെ മാറിക്കിട്ടും. കൂടാതെ ആരും തന്നെ ഈ പ്രതിവിധി ക്രമാതീതമായി പ്രയോഗിക്കരുത്. ഇനിയിപ്പോ മിഠായി കഴിക്കുക എന്ന് പറഞ്ഞാൽ മദ്യപാനം നിർത്തിയിട്ട് ഫുൾ മിഠായിലേക്ക് പോവുക എന്നുള്ളതല്ലല്ലോ ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു കാര്യം പറഞ്ഞു മിഠായി കഴിക്കാൻ വേണ്ടി, പക്ഷെ അത് മാത്രം എടുത്ത് കൊണ്ടുപോകേണ്ടതില്ല. അവിടെ നമ്മളുടേതായ രീതിയിൽ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് വേണം അത് ചെയ്യാനെന്നാണ് പറയുന്നത്. ആഹാരം നന്നായി സമീകൃത ആഹാരം കഴിക്കാൻ വേണം. വേറെ ഉദാഹരണം പറയുന്നുണ്ട് ഇതിന്റെ അകത്ത്, അനായാസം ചെയ്യുക, ഈസി ഡെസിറ്റ്. ഈസി ഡെസിറ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക ഈ എല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്താൽ മതി. ഈസി ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനൊരു അലസതയുടെ ലക്ഷണമില്ലേ? അങ്ങനെ ഈ അലസമായിട്ട് ചെയ്താൽ മതി എന്നാണോ പറയുന്നത് എന്ന ഒരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യത. അപ്പൊ അവിടെ എന്തിനാണ് ഇത് ഇവിടെ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, പെട്ടെന്ന് അലമുറയിട്ട് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ഒരു കാര്യം ചെയ്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിനകത്ത് ഉണ്ടാവുന്ന ടെൻഷൻ വന്നാൽ മദ്യപിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കുറച്ച് സാവകാശം ചെയ്യുക. അപ്പൊ നമുക്ക് ആ ടെൻഷൻ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് മദ്യപിക്കാനുള്ള സാധ്യത കുറയും. അതുകൊണ്ടാണ് അനായാസം ചെയ്യുക എന്ന് പറയുന്നത്. അതും ദുരുപയോഗപ്പെടുത്താമെന്ന് കണ്ടെത്താവുന്ന ഒരു പോയിന്റാണ്. ചിലർ അതിനെ മടിക്കും അലസതയ്ക്കും അല്ലെങ്കിൽ ധാർഷ്ട്യത്തിനും ഒഴികഴിവുകളാക്കി മാറ്റി. പറഞ്ഞിട്ടുണ്ട് എന്ത് എന്താ പറയാ, അനായാസം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മെല്ലെ വരുന്നത്. മീറ്റിങ്ങിലൊക്കെ വരുമ്പോൾ കുറച്ച് മെല്ലെ സ്ലോയിലേ വരുള്ളൂ. എന്താണ് പറഞ്ഞിട്ടുണ്ട് അനായാസം ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ ഒരു പോയിന്റ് ഇതിനകത്ത് പറഞ്ഞത് അത് അതേപടി ചെയ്യുക എന്നുള്ളതല്ല, അത് വേണ്ട സമയത്ത് വേണ്ട പോലെ എടുത്ത് ഉപയോഗിക്കുക എന്നാണ് ഈ പറയുന്നത്. ശരിയായി പ്രയോഗിച്ചാൽ അത് രോഗത്തെ ഭേദമാക്കും, തെറ്റായാലോ അത് രോഗശമനത്തെ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് ഞങ്ങളിൽ ചിലർ ഇതിനെ ഇങ്ങനെ മാറ്റി: അനായാസം ചെയ്യുക, പക്ഷെ തീർച്ചയായും ചെയ്യണം. അനായാസം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കുക എന്നുള്ളതോ മടി പിടിച്ചിരിക്കുക എന്നുള്ളതോ നീട്ടിവെക്കുക എന്നുള്ളതല്ല. എന്തായാലും ചെയ്യണം. പക്ഷെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒന്ന് അനായാസം ചെയ്യുമ്പോഴാണ് അതിന്റെ ഭംഗി ഉണ്ടാവുക. ഇതിന് വേറെ ഒരു വാക്കുണ്ട് സൈക്കോളജിയിൽ, സ്ലോ ഈസ് ഫാസ്റ്റ് എന്നാണ്. സ്ലോ ഈസ് ഫാസ്റ്റ്. പല കാര്യങ്ങളും നമ്മൾ വളരെ തിരക്ക് പിടിച്ച് ഭയങ്കര സ്പീഡ് ചെയ്തിട്ട് അതിനേക്കാളും കുറച്ചും കൂടി നന്നാവുക കുറച്ച് സ്ലോ ആയി കഴിഞ്ഞാൽ അത് നല്ല ഫാസ്റ്റ് ആവുന്നതാണ്.
ഒരു ഉദാഹരണം പറഞ്ഞാല് ചിലര് ഭക്ഷണം കഴിക്കുന്ന കാണാം. ആ ഭക്ഷണം കഴിക്കുന്ന കണ്ടാൽ തോന്നും ഇയാൾക്ക് എങ്ങോട്ടോ പോവാനുണ്ടെന്ന്. ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അയാളവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന കാണാം. പക്ഷെ ആ കഴിക്കുന്ന ആ രീതി ഭയങ്കര ഫാസ്റ്റ് ആയി. അത് കുറച്ച് സാവകാശം കഴിച്ചാൽ മതിയോ. കുളിക്കുന്നത് കാണാം ചില ആൾക്കാര്. ഭയങ്കര സ്പീഡിലായിരിക്കും കുളി. കണ്ടാ തോന്നും ഭയങ്കര എങ്ങോട്ടോ തിരക്കിട്ട് പോകണം. ഒന്നുമില്ല. കുളി കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് കുറച്ചും കൂടി സ്ലോയില് ചെയ്താൽ മതിയാവും. വണ്ടി ഓടിച്ചു പോകുന്ന കാണാം. ഭയങ്കര സ്പീഡില്. പക്ഷേ ഒരുമാതിരി ആവറേജ് സ്പീഡിൽ പോകുന്ന ആളുടെ ഒപ്പം തന്നെ ഉണ്ടാവും ഇയാൾ ഓരോ ബ്ലോക്കിലും. വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ ഭയങ്കരമായിട്ട് നമ്മള് തിരക്ക് കൂട്ടിയത് കൊണ്ട് വലിയ കാര്യമൊന്നും ചെയ്യാൻ പോകുന്നില്ല. തിരക്ക് കൂട്ടുക എന്ന് പറഞ്ഞത് മനസ്സിലാണ് തിരക്ക്. കാര്യങ്ങള് ഭയങ്കര ഇത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര തിരക്കാണ് മനസ്സിൽ. അത്രയും തിരക്കൊന്നും ഇല്ലാതെ തന്നെ ഈ കാര്യത്തെ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും. അതാണ് യഥാർത്ഥത്തിൽ അനായാസം ചെയ്യുക എന്ന് പറയുന്നത്. അല്ലാതെ ഈ സ്ലോ ആയിട്ട് ചെയ്യുക എന്നുള്ളതല്ല. അവിടെയും നമ്മൾ സാമാന്യ ബുദ്ധി ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിനകത്ത് പറഞ്ഞ ഏത് ഉപദേശം പിന്തുടരുന്നതിലും നാം നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണം എന്നത് വ്യക്തമായല്ലോ. ഇവിടെ വിവരിച്ചിരിക്കുന്ന എല്ലാ മാർഗങ്ങളും നല്ല വിവേചന സാമർഥ്യത്തോടു കൂടിയാണ് പ്രയോഗിക്കേണ്ടത്. അതിനെ വിമർശിച്ച് എനിക്കത് പറ്റിയില്ലെങ്കിൽ എനിക്കത് ആവശ്യമില്ലെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചേക്കണം. അങ്ങനെ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതങ്ങനെ ചെയ്യുന്നു. നമ്മളുടെ ഒരു പൊതു സ്വഭാവം എന്ന് വെച്ചാൽ ഒരു നല്ല ശതമാനം ആൾക്കാരുടെ പൊതു സ്വഭാവം എന്താന്ന് വെച്ചാല് എന്തെങ്കിലും യാത്ര പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടത്തുകയോ ഫംഗ്ഷന് പങ്കെടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിയിൽ ഒരു ദിവസം കഴിഞ്ഞ് പോയി കഴിഞ്ഞാല് അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോ നമ്മളത് എടുത്തുകൊണ്ട് വരുന്നത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത് അല്ലെ യാത്ര കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് വരുന്നത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് മിക്കവാറും അതിൽ എന്തെങ്കിലും ഉണ്ടായ നെഗറ്റീവുകളായിരിക്കും. എന്തെങ്കിലും കുറവുകളുമായിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുക. ശരിക്കും വേണ്ടത് അവിടെ അവിടെ കുറെ നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും. ഈ നല്ല കാര്യങ്ങളെല്ലാം അവിടെ വെച്ച് നമ്മൾ അതിൻ്റെ അകത്ത് നെഗറ്റീവായിട്ടാണ് നമ്മൾ പോരുക. അപ്പൊ അവിടെ ഒരു സാമാന്യ ബുദ്ധി ഉപയോഗിക്കുകയാണെങ്കിൽ അവിടുന്ന് നല്ല കാര്യം എടുത്തുകൊണ്ട് വരാലോ. മോശം കാര്യം അവിടെ തന്നെ വെച്ചേക്കാം. ഒരു ഗ്രൂപ്പിന്റെ വാർഷികത്തിന് ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും വാർഷികത്തിനൊക്കെ പോയാലും അവിടെ ചെല്ലുമ്പോ അവിടെ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടാവാതിരിക്കുമോ? ഏത് പരിപാടിക്ക് പോയാലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കുറവ് കാണാൻ പറ്റും. ആ കുറവ് കണ്ടിട്ട് അതിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴൊക്കെ ആ കുറവിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. എന്നാൽ അവിടെ എത്രയോ കഷ്ടപ്പെട്ട് എത്രയോ നല്ല കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അതൊന്നും ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് കൊണ്ടുവരികയില്ല. അവിടെ നെഗറ്റീവുകൾ മാത്രം എടുത്തുകൊണ്ട് വരിക. എന്നിട്ട് നല്ലതൊക്കെ അവിടെ വെച്ചിട്ട് പോരാ. ശരിക്കും നമ്മള് വേറെ സാധന സാമഗ്രിയാണെന്ന് വിചാരിച്ചു. സാധന സാമഗ്രികളാണെങ്കിൽ നമ്മളൊരു വീട്ടിൽ ചെന്നാല് അവിടെ നിന്ന് കുറെ സാധനം തന്നു. അത് നമുക്കത് ആവശ്യമില്ലെങ്കിൽ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് പോരും. നമുക്ക് വേണ്ടാത്തതാണ് അവിടെ തന്നെ വെച്ചിട്ടാ പോരാ. നമുക്ക് വേണ്ടതാണുള്ളത് മാത്രം എടുത്തിട്ട് പോകും. നമുക്ക് അത്രമാത്രം അത്യാവശ്യമുള്ള ഒരു സാധനം മാത്രമേ അവിടുന്ന് അവർ തരുമ്പോ എടുത്തിട്ട് പോരുള്ളൂ. സാധനങ്ങളാണെങ്കിൽ. പക്ഷേ ഈ പറഞ്ഞ കാര്യമാണെങ്കിലോ അത് നമ്മൾ എടുത്തുകൊണ്ട് വരുന്നത് ഏറ്റവും മോശപ്പെട്ട കാര്യമായിരിക്കും എടുത്തുകൊണ്ട് വരിക. അവിടെയാണ് നമ്മള് കുറച്ചും കൂടി വിവേചന ബുദ്ധി അവിടെ പ്രയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യം എന്താണ് നല്ലതല്ലേ എടുത്തുകൊണ്ട് വരട്ടെ. അതേപോലെ തന്നെ ഈ പുസ്തകം വായിച്ചാലും എയിലൂടെ എല്ലാം എയുടെ മീറ്റിംഗിൽ പോയാലും പുസ്തകം വായിച്ചാലും ഒക്കെ നമ്മൾ എടുക്കുമ്പോ അതിൻ്റെ അകത്ത് നല്ലത് ഒരുപാടുണ്ട്. അത് എടുത്താൽ മതിയല്ലോ. അത് എനിക്ക് ആവശ്യമുള്ള നല്ലത് ഞാൻ എടുക്കുന്നു. എനിക്ക് ആവശ്യമില്ലാത്തത് ഞാൻ അവിടെ ഉപേക്ഷിക്കുന്നു. ഇതേപോലെ മീറ്റിങ്ങിൽ പോയി കഴിഞ്ഞാലും അത് തന്നെയാ ചെയ്യേണ്ടത്. അവിടെ നിന്ന് ഒരുപാട് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില ആൾക്കാരുടെ ഷെയറിംഗ് ഒന്നും ഇഷ്ടമായിട്ട് ഉണ്ടാവില്ല. ചിലപ്പോൾ അവിടുത്തെ സമയം ശരിയായിട്ടുണ്ടാവില്ല. അവിടെ ചായ ചിലപ്പോൾ നല്ലത് കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. ചായക്ക് ചിലപ്പോൾ കടി ഉണ്ടാവില്ല. അല്ലെങ്കിൽ ആൾക്കാർ വന്നിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ നീട്ടി ഷെയർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ കുറെ സംഭവങ്ങൾ അവിടെയൊക്കെ നടന്നിട്ടുണ്ടാവും. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് മീറ്റിംഗ് വിട്ട് ഇറങ്ങി പോരുന്ന സമയത്ത് എന്താ നമ്മൾ കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അയാൾ അങ്ങനെ പറഞ്ഞു, ഇയാൾ ഇങ്ങനെ പറഞ്ഞു,
ആ ചായക്ക് കടിയുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എന്നെ വിളിച്ചില്ല, ക്ഷണിച്ചില്ല, മറ്റവർക്ക് കൂടുതൽ സമയം കൊടുത്തു. ഇങ്ങനെയുള്ള കുറെ നെഗറ്റീവ്സ് എടുത്തിട്ടാണ് മിക്കവാറും ആൾക്കാർ വീട്ടിലേക്ക് പോവുക. അതേപോലെ തന്നെ അങ്ങനെയുള്ളൊരു മെന്റാലിറ്റിയാണ് പൊതുവെ ഈ മദ്യപ മദ്യപന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാവുക. അപ്പൊ അത് മാറ്റി വെച്ചിട്ട് നമുക്ക് വേണ്ടത് മാത്രം എടുക്കുക പുസ്തകത്തിൽ. ഇവിടെ 10-31 പോയിന്റുകൾ പറയുന്നുണ്ട്. അതില് 10 നമുക്ക് പറ്റാത്തതാണ്, അല്ലെങ്കിൽ 20 പറ്റാത്തതാണ്. 4 പറ്റുള്ളൂ എങ്കിൽ ആ 4 എടുത്താൽ മതി, ബാക്കിയുള്ളതൊക്കെ അവിടെ വിട്ടേക്കുക. അതല്ലാതെ ഇത് ഇങ്ങനെയാണോയെ, അങ്ങനെയാണോയെ, അത് അങ്ങനെയാണ്, ഞാനതില്ല എന്ന് പറയുന്നതിൽ പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക. അവിടെയാണ് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് നമ്മളുടെ വളർച്ചയ്ക്കുള്ള സംഗതികൾ മാത്രമേ നമ്മൾ എടുക്കേണ്ടതുള്ളൂ. ഒരു മരം ചെയ്യുന്നത് അതാണ്. ഒരു മരം നട്ട് കഴിഞ്ഞാല് അതിന്റെ വേര് മണ്ണിലൂടെ ഇങ്ങനെ ഓടിക്കഴിഞ്ഞാല് ആ മണ്ണിൽ ഒരുപാട് എന്താ പറയാ കെമിക്കൽസ് ഉണ്ട്. അതിൽ ആ മരത്തിന്റെ വേര് ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാല് ആ മരത്തിന് ആവശ്യമായിട്ടുള്ളത് എന്തോ അത് മാത്രമേ വലിച്ചെടുക്കുന്നു. ബാക്കി എല്ലാം അവിടെ ഇട്ടിട്ട് ആവശ്യമുള്ളത് മാത്രം വലിച്ചെടുത്തിട്ടാണ് ആ മരം വളരുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ നേരെ തിരിച്ചാണ്. നമ്മൾ ആവശ്യമുള്ളത് അവിടെ വെച്ചേക്കും, ആവശ്യമില്ലാത്തത് വലിച്ചെടുത്തിട്ട് ഈ മരം വളരാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത് പോലെയാണ് നമ്മൾ ചിലപ്പോൾ ചെയ്യുക. അതുകൊണ്ട് നമ്മളോട് പറയണത്, ഏത് ഈ മരം ചെയ്യുന്ന അതേ പണി എത്ര വലിയ മരമായാലും, വലിയ മരം ആകുമ്പോൾ ആ മരം പോലും ചെയ്യുന്ന അതിന്റെ വേരുകൾ ഇങ്ങനെ പോയിട്ട് അത് അതിന് യോജിച്ച സാധനം മാത്രമേ അത് വലിച്ചെടുത്തിട്ട് മരത്തേക്ക് കയറ്റുന്നുള്ളൂ. ആ ഒരു പണി നമ്മൾ ചെയ്യുക. അതിന് നമ്മൾ യുക്തി ഉപയോഗിക്കുക, വേണ്ടാത്തതൊക്കെ ഉപേക്ഷിക്കുക. ഒരു കാര്യം കൂടി, മദ്യമുക്തമായി ജീവിക്കുന്നതിന് ആവശ്യമായ ശാസ്ത്രീയ വൈദഗ്ധ്യം നൽകുന്നതായി അവകാശപ്പെടുന്നില്ല. അവിടെ ഒരു ശാസ്ത്രീയമായ എങ്ങനെയാണ് മദ്യമുക്തമായി ജീവിക്കുക എന്നുള്ളത് കൃത്യമായി അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊന്നും പറയുന്നില്ല. ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് ഞങ്ങളുടെ സ്വന്തം അനുഭവങ്ങളാണ്, അല്ലാതെ വിദഗ്ധ ഉപദേശങ്ങളോ വിശദീകരണങ്ങളോ അല്ല. ഇവിടെ കുറെ പേര് കുടിക്കാതിരുന്നു. ആ കുടിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അവലംബിച്ച മാർഗങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അത് ഒരു പക്ഷേ നിങ്ങൾക്കത് പ്രയോജനപ്പെട്ടേക്കാം. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വീകരിക്കുക, അതില്ലെങ്കിൽ അത് വിട്ടേക്കുക. എന്നിട്ട് അത് ഞാൻ എടുക്കുന്നില്ല, വേണ്ട എന്നൊന്നും പറയേണ്ടതില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വന്നിട്ട് എടുക്കുകയും ചെയ്യാം. ചിലപ്പോഴെല്ലാം സ്വന്തമായി മദ്യത്തിൽ നിന്ന് മുക്തനാകുവാൻ സാധിക്കും. ചിലപ്പോ ഒരു മദ്യമുക്തനാവുക എന്ന് പറഞ്ഞ് ചിലപ്പോ ഈ എന്റെ സഹായം ഒന്നും ആവശ്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. എത്രയോ ആൾക്കാരുണ്ട് അങ്ങനെ പെട്ടെന്ന് കുടി നിർത്തിയ ആൾക്കാര്. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, ഇത് പോയിട്ട് വേണോ കുടി നിർത്താൻ, അല്ലാണ്ട് എത്രയോ പേര് കുടി നിർത്തി. അങ്ങനെ സാധിക്കും, അങ്ങനെയൊക്കെ പറ്റും. പക്ഷെ മിക്കപ്പോഴും സുദീർഘമായ മദ്യപാനത്തിന്റെ കാലയളവ് ഗൗരവമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മദ്യപാനം നിർത്താൻ വേണ്ടി ചിലപ്പോൾ വൈദ്യസഹായം വേണ്ടി വരും, ഡോക്ടറെ അടുത്ത് പോകേണ്ടി വരും, ചിലപ്പോൾ ആശുപത്രി സേവനം വേണ്ടി വന്നേക്കാം. അല്ലാണ്ട് കൂടെ തന്നെ വന്നിട്ട് കൂടി നിർത്താം എന്നൊന്നും അവകാശപ്പെടുന്നില്ല. ചിലപ്പോൾ അങ്ങനെ ഡോക്ടറെ അടുത്ത് പോകേണ്ടി വന്നേ പോകണം. നിങ്ങൾ ഗുരുതരമായ രോഗബാധിതനാണെങ്കിൽ തീർച്ചയായും അത്തരം വിദഗ്ധ സഹായം ആവശ്യമായി വന്നേക്കാം. അതിനുശേഷം മാത്രമേ ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അപ്പൊ ഈ ഒരു പുസ്തകം വായിച്ചത് കൊണ്ടോ ഈ ഒരു അറിവ് നേടിയത് കൊണ്ടോ മദ്യാസക്ത രോഗത്തിൽ നിന്നും രക്ഷ നേടാൻ പെട്ടെന്ന് കഴിഞ്ഞുകൊള്ളണം എന്നില്ല എന്ന് ഈ പുസ്തകം ആദ്യം വായിക്കുന്ന ആളോട് പറയുകയാണ്. പക്ഷേ ഇത് തള്ളിക്കളയേണ്ടതില്ല. കാരണം ഇത് അടുത്ത പോയിന്റ് പറയുന്നത് നോക്കൂ. എന്നാൽ അത്രത്തോളം രോഗബാധിതമല്ലാതിരുന്ന ഞങ്ങളിൽ മിക്കവരും മറ്റേ അംഗങ്ങളുടെ സഹായത്താൽ പ്രതീക്ഷയോടെ പ്രവർത്തിച്ച് സുബോധത്തിലെത്തിയവരാണ്. അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടായിരുന്നില്ല പോലും എയിൽ വന്നതിന് ശേഷം ഒരുപാട് പേർക്ക് സുബോധം കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കും അത് സാധ്യമാകാം. ഇതൊരു അംഗീകാരത്തിന്റെ പ്രശ്നമാണ്. ഇത് ഞാന് കുടി നിർത്താൻ എനിക്ക്, കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് കഴിയും, അതിന് ഞാൻ അനുവർത്തിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഈ പുസ്തകത്തിലുണ്ട്, അത് ഞാനൊന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സഹായിക്കാൻ ഈ പുസ്തകത്തിന് കഴിയും. ആ പാതയിലൂടെ കടന്നുപോയ ഞങ്ങൾക്ക് നിങ്ങളുടെ ക്ലേശങ്ങളിലും ദുരിതങ്ങളും ലഘൂകരിക്കാൻ കുറച്ചെങ്കിലും സാധിക്കുകയും ചെയ്യും. ഒന്നുമല്ലെങ്കിലും ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഇപ്പോഴത്തെ നിങ്ങളുടെ സ്ഥാനത്ത് ഒരിക്കൽ ഞങ്ങൾ ഉണ്ടായിരുന്നു.
അപ്പൊ ഒരു കുടിയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു വലിയ വ്യഗ്രതയിൽ നിൽക്കുന്ന ഒരാളോടാണ് ഇത് പറയുന്നതെങ്കിൽ അവരോടാണ് പറയുന്നത്, നിങ്ങളുടെ സ്ഥാനത്ത് ഒരിക്കൽ ഞങ്ങൾ ഉണ്ടായിരുന്നു, ഞങ്ങൾ അവലംബിച്ചിട്ടുള്ള ചില മാർഗങ്ങളുണ്ട്, ആ മാർഗങ്ങളിലൂടെയൊക്കെ നിങ്ങളൊന്ന് കടന്നു പോവുക. ഇവിടെ ഈ പുസ്തകത്തില് പുസ്തകം പറയുന്നത് കുടിക്കാതെ എങ്ങനെ ഇരിക്കാം എന്നുള്ളതിനെ പറ്റി, അല്ലാണ്ട് കുടി നിർത്തുന്നതിനെ പറ്റിയല്ല. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കുടി നിർത്തുക എന്ന് പറഞ്ഞാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് അയാൾക്ക് എങ്ങനെ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ. മറ്റേത് കുടിയിൽ നിന്ന് മാറി നിന്ന ഒരാള് ഇനി കുടിക്കാതിരിക്കുന്ന എങ്ങനെയെന്നുള്ളതിനെ പറ്റി. അപ്പൊ ഈ പുസ്തകം മുഴുവനും പറയുന്നത് കുടി നിർത്തുന്നതിനെ കുറിച്ചല്ല, മറിച്ച് ഇനി ഒരു കുടിയിലേക്ക് നമ്മൾ മടങ്ങി പോവാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. കുടിക്കാതിരിക്കുന്ന, അതായത് സുബോധത്തെ കുറിച്ചാണ്. ഞങ്ങളുടെ രോഗശമനം ആരംഭിച്ചത് മദ്യപാനം നിർത്തിയതോടു കൂടിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് കുടി നിർത്തുകയും അതിനുശേഷം മദ്യം എത്ര ചെറുതായ അളവിലോ ഏത് രൂപത്തിലോ ആയാലും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും മാനസിക അവസ്ഥയെ മാറ്റിമറിക്കുന്ന മറ്റു മയക്കുമരുന്നുകളിൽ നിന്നും ഞങ്ങൾ മാറി നിൽക്കണമെന്നും മനസ്സിലാക്കി. അപ്പൊ കുടിയിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ഇനി ഒരു കുടിക്കാനുള്ള അവസ്ഥയിൽ നിന്ന് മാറിയിരിക്കണം, അതുപോലുള്ള മറ്റു മദ്യവും മയക്കുമരുന്നൊക്കെ മാറി നിൽക്കണം എന്ന് മനസ്സിലാക്കി പൂർണ്ണതയുള്ളതും സംതൃപ്തവുമായ ഒരു ജീവിതത്തിലേക്കുള്ള നമ്മുടെ പ്രയാണം സാധ്യമാവുന്നത് സുബോധത്തിൽ ജീവിക്കുമ്പോഴാണ്. നല്ല ബോധത്തിൽ ജീവിക്കുമ്പോഴാണ് ഒരു നല്ല ജീവിതത്തിലേക്ക് നമുക്ക് നയിക്കാൻ കഴിയുക. അതുകൊണ്ട് സുബോധമാണ് ഈ രോഗം ഇനി വർദ്ധിക്കാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം. ബോധത്തെ, മദ്യം നശിപ്പിക്കുന്നത് ബോധത്തെയാണ്. അതുകൊണ്ട് ഈ പുസ്തകം പറയുന്നത് സുബോധം എങ്ങനെ നിലനിർത്തുക എന്നുള്ളതാണ്. മദ്യപാനത്തിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇനി കുടിക്കാതിരിക്കാൻ വേണ്ടത് സുബോധമാണ്. അതുകൊണ്ട് ഒരർത്ഥത്തിൽ സുബോധത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ചാണ് ഈ ചെറിയ പുസ്തകം ഉള്ളത്. അപ്പൊ നമുക്ക് ബോധം നന്നായിട്ടുണ്ടെങ്കിൽ ആ ബോധം ശക്തിയുള്ളതാണെങ്കിൽ നമുക്ക് കുടിക്കാനുണ്ടാവുന്ന ഒരുപാട് കാരണങ്ങളെ 2-3 കാരണങ്ങൾ വരാം. ഒന്ന് ബാഹ്യമായ കാരണങ്ങൾ, ആന്തരികമായ കാരണങ്ങൾ, ഉള്ളിൽ നിന്നുണ്ടാവുന്ന കാരണം. അതാണ് ഈ ടെൻഷന്, പ്രശ്നങ്ങള്, ഭയം, സങ്കടം തുടങ്ങിയിട്ടുള്ള വികാരങ്ങൾ വരുമ്പോ കുറ്റബോധം, ഏകാന്തത, ഇതൊക്കെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. പുറമേ നിന്ന് വരുന്നത് പ്രലോഭനം, സന്ദർഭങ്ങൾ, ആഘോഷങ്ങൾ, മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ, നഷ്ടങ്ങൾ, ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ പുറത്തു നിന്നുള്ളതാണ്. അപ്പൊ പുറമേ നിന്നുള്ള കാരണങ്ങളുണ്ട്, അകമേ നിന്നുള്ള കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങൾ, കുടിയിലേക്ക് നയിക്കാനുള്ള കാരണങ്ങളെ ജാഗ്രതയോടുകൂടി നോക്കിക്കാണുകയും അതിനെ യുക്തിപരമായി ചിന്തിച്ച് ശരിയായ തീരുമാനത്തിൽ എത്തുകയും ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് സുബോധമാണ്. ആ സുബോധത്തെ എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അതുകൊണ്ട് സുബോധ ജീവിതം എന്ന് പറയുന്ന ഈ പുസ്തകം കുടി നിർത്താൻ വേണ്ടിയുള്ളതല്ല, കുടിക്കാതിരിക്കുന്നതിന് വേണ്ടി എങ്ങനെ സുബോധം നിലനിർത്താം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ അതിൻ്റെ അകത്ത് അടുത്ത പോയിന്റ് ഇതാണ്: ആദ്യത്തെ കവിൾ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുക. അതിന് സുബോധം നിലനിർത്താൻ വേണ്ടി ഏറ്റവും ആദ്യം പറയുന്ന ഒരു കാര്യമാണ്, ഫസ്റ്റ് എന്താ പറയാ, ആദ്യത്തെ കാര്യം ആദ്യം, അല്ലെങ്കിൽ ആദ്യത്തെ കവിൾ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുക. എല്ലാത്തിനും തകരാറുണ്ടാക്കിയത് ആദ്യത്തെ കവിൾ മദ്യ. ഞാൻ എത്രയോ സ്ഥലത്ത് നിന്ന്, ചികിത്സാലയത്തിൽ നിന്ന്, 2 ചികിത്സാലയത്തിൽ ഞാൻ പോവാറുണ്ട്. അപ്പൊ ഞാൻ അവിടെയൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യവും കിട്ടുന്ന ഉത്തരവും എല്ലാവരോടും ചോദിക്കും. ഒരുപക്ഷെ നിങ്ങളും ഈ ഉത്തരം ഒന്ന് മനസ്സിൽ കണ്ടു വെക്കാം. കുടിക്കാൻ പോകുമ്പോ എത്ര പെഗ് കുടിക്കാനാണ് പോണത് എന്ന് ചോദിച്ചാൽ എല്ലാവരും എത്ര പെഗ് എന്നാ പറയാ? ഞാന് ബാറിലേക്ക് പോവാണ്, ഇച്ചിരി അടിക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര അടിക്കണം?
എത്ര അടിക്കണം എന്നുള്ളതിന്റെ ഉത്തരം എനിക്ക് കിട്ടിയത് ഏറ്റവും മാക്സിമം 3 പെഗ്ഗാ. 1.5 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 വരെയേ ഒരാള് പറഞ്ഞിട്ടുള്ളൂ. അടിക്കാൻ പോകുമ്പോൾ, മദ്യപിക്കാൻ പോകുമ്പോൾ അയാളുടെ മനസ്സിലുള്ള ചിന്ത ഒരു 2 അടിച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഒരു 90 അടിച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഒരു 120 അടിച്ചിട്ട് വരാം എന്ന ചിന്തയോട് കൂടിയാണ് പോകുന്നത്. പക്ഷെ തിരിച്ചു വരുന്നത് ഈ 90 അല്ല, 2 90 അല്ല, 3 90 അല്ല, അയാൾ അടിച്ചിട്ട് തിരിച്ചു വരും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പിറ്റേ ദിവസവും പോകുന്നത് പോയി ഒരു 1.5 അടിച്ചു വരാന്നാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് പലരും ചിന്തിച്ചിട്ടില്ല. എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? ഈ ഈ 1.5 അല്ലെങ്കിൽ 2 പെഗ് മദ്യത്തിന് നമ്മുടെ മനസ്സുമായിട്ടൊരു ഭയങ്കര കണക്ഷൻ ഉണ്ട്. ഈ അളവിന് ആ പറയുന്ന അളവിന് ഭയങ്കര കണക്ഷൻ ഉണ്ട്. അതായത് ആ മദ്യപിക്കുന്ന ആദ്യ കാലയളവില് ഈ ഈ മദ്യം അകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ വിത്തിൻ 5 മിനിറ്റ്, 5 അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളില് ഈ മദ്യത്തിന്റെ അംശം നമ്മളുടെ ബ്ലഡിലേക്ക് കലരുകയും ദഹനമൊന്നും കൂടാതെ കലരുകയും അത് വളരെ വേഗം രക്തത്തിലൂടെ കലർന്ന് അത് തലച്ചോറിലെത്തുകയും തലച്ചോറിനെ അത് ഉദ്ദീപിപ്പിക്കുകയും അങ്ങനെ ഉദ്ദീപിപ്പിച്ച് ഡോപാമിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തലയിൽ ഒരു പെരുപ്പ് വരികയും ആ പെരുപ്പ് വരുന്നതിനെ നമ്മൾ പൂസായി എന്നോ കിക്കായി എന്നോ അല്ലെങ്കിൽ തലയ്ക്ക് പിടിച്ചു എന്നോ ഒക്കെ പറയുന്ന ഒരു അവസ്ഥ ആദ്യകാലത്ത് നമുക്കുണ്ടായിട്ടുണ്ട്. എനിക്ക് ചെറിയൊരു തരിപ്പ് വന്നു, തരിപ്പായി, കിക്കായി, പൂസായി എന്നൊക്കെ പറയുന്ന ഒരു ഓരോ പ്രദേശത്തും ഓരോ പദപ്രയോഗമാണുള്ളത്. അത് വന്നത് 1.5 അല്ലെങ്കിൽ 2 പെഗ് അടിച്ചപ്പോഴാണ്. അത് സംഭവിച്ചത് ഈ 1.5, 2 പെഗ് അടിച്ചപ്പോൾ നമ്മുടെ തലച്ചോറിൽ നിന്ന് കൃത്രിമമായി ഡോപാമിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും അത് ഭയങ്കരമായ ഒരു ആനന്ദത്തിന്റെ, ഹാപ്പിനെസിന്റെ ഒരു ഹോർമോണാണ് ഈ സംഗതി ഡോപാമിൻ. അത് ഹൈ ഡോസിൽ ഉൽപ്പാദിപ്പിക്കുകയും നമ്മളൊരു ഉന്മാദാവസ്ഥയിലാവുകയും ചെയ്തു. അത് 1.5 അല്ലെങ്കിൽ 2 പെഗ് അടിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഒരു അനുഭൂതിയാണ് ഈ ഡോപാമിൻ ഉൽപ്പാദിപ്പിച്ചപ്പോൾ കിട്ടിയ ഒരു അനുഭൂതിയാണ്. ഈ അനുഭൂതി നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ ഉപബോധ മനസ്സിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു 1.5 അല്ലെങ്കിൽ 2 അടിച്ചാൽ ഈ ഒരു അനുഭൂതിയിലേക്ക് നമുക്ക് എത്താൻ കഴിയും എന്ന് നമ്മൾ തന്നെയാണ് അത് പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം വേറെ ആരും പറഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ തന്നെ അനുഭവിച്ചു മനസ്സിലാക്കിയതാണ്. ഒരു 2 അടിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു ആനന്ദത്തിന്റെ ഒരു നിർവൃതിയില് ഉണ്ടാവും. ഉണ്ടാവാൻ കാരണം ഈ പറഞ്ഞ മദ്യം തലച്ചോറിലെത്തി അവിടെ ഡോപാമിൻ ഹൈ ഡോസിൽ ഉൽപ്പാദിപ്പിച്ചിട്ടാണ് ഈ ഒരു പൂസ് ഉണ്ടായിട്ടുള്ളത്. ക്രമേണ ഈ മദ്യത്തിന്റെ സപ്പോർട്ട് കൊണ്ട് ഈ ഡോപാമിന്റെ ഉൽപാദനം കുറഞ്ഞുപോയി. അതായത് ഒരു 2 പെഗ് അടിക്കുമ്പോൾ ഈ ഡോപാമിൻ ഇത്രയും ഡോസിൽ ഉൽപ്പാദിപ്പിക്കാതെ വന്നു. അപ്പോൾ ഈ ഒരു സംഗതി കുടിച്ചു കഴിഞ്ഞാൽ ഡോപാമിൻ ഉണ്ടാവുകയും ഭയങ്കര ആനന്ദം കിട്ടുമെന്ന് നമുക്ക് നല്ല ബോധ്യമുള്ളതും ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് ഇത് ഒരെണ്ണം അത് അളവ് കുറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് നമ്മൾ ഒരു പെഗും കൂടെ കൂട്ടിക്കൊടുത്തു. അപ്പൊ ആദ്യ കാലത്ത് ഒരു പെഗും കൂടെ കൂട്ടിയപ്പോൾ അത് ശരിയായിട്ടുണ്ട്. അങ്ങനെ കുറച്ചു കാലം അത് അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ഡോപാമിന്റെ അളവ് കുറയുന്നു. അപ്പോൾ നമ്മൾ ഒരു പെഗും കൂടി കൂട്ടിക്കൊടുക്കും. അങ്ങനെ നമ്മൾ പെഗുകളുടെ അളവ് കൂട്ടാൻ കാരണം ഈ നോർമലി നമ്മുടെ തലയില് ഈ ഡോപാമിൻ ഹോർമോണിന്റെ ഉൽപാദനം ഈ മദ്യത്തിന്റെ സപ്പോർട്ട് കൊണ്ട് നടക്കാതെ വന്നത് കൊണ്ട് നമ്മൾ ഈ നമുക്ക് അറിയുകയും ചെയ്യാം ഇത് കഴിച്ചാൽ ഭയങ്കര ആനന്ദം ഉണ്ടാകും, പക്ഷെ കിട്ടുന്നില്ല. അപ്പൊ ഇത് അളവ് കുറഞ്ഞുകൊണ്ടാണോ? അങ്ങനെ നമ്മൾ അളവ് കൂട്ടി നോക്കി. അങ്ങനെ ഒരു കാലത്ത് അളവ് കൂട്ടി നോക്കിയിട്ട് അത് നടക്കാതെ വന്നപ്പോ ഒരു പക്ഷേ ആ ബ്രാൻഡിന്റെ കുഴപ്പമായിരിക്കാം. അതുകൊണ്ട് ബ്രാൻഡ് മാറ്റി നോക്കി. അപ്പൊ ബ്രാൻഡി ആയതുകൊണ്ടായിരിക്കും ചിലപ്പോ അങ്ങനെ റമ്മാക്കി നോക്കി. അങ്ങനെ റമ്മ് കഴിച്ചു നോക്കിയിട്ടും കിട്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് അത് വിസ്കി ആക്കി നോക്കി. അങ്ങനെ ഈ ബ്രാൻഡുകളൊക്കെ മാറി നോക്കി, അളവ് കൂട്ടി നോക്കി.
പക്ഷെ എന്നിട്ടും ഈ ഒരു തരിപ്പ് കിട്ടുന്നില്ല. ആദ്യം കഴിച്ച 2 പെഗ് കഴിച്ച ആ സുഖകരമായ ഒരു ആനന്ദ ആ അവസ്ഥയിലേക്ക് എത്തുന്നില്ല. അപ്പൊ 2 പെഗ് കഴിച്ചാൽ ആനന്ദാവസ്ഥയിൽ എത്തുമെന്നുള്ള വിവരം നമുക്ക് നല്ല ബോധ്യമുണ്ട് താനും. പക്ഷെ ഇത് കിട്ടുന്നില്ല. അങ്ങനെയാണ് നമ്മൾ അറിയാതെ തന്നെ ഈ അളവ് കൂട്ടി പോയത്. അങ്ങനെ പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മദ്യം അകത്ത് ചെന്നതോടുകൂടി നമ്മളുടെ തലച്ചോറിൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് എത്തുകയും അവിടെ ഡോപാമിൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ തലച്ചോറിന്റെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുകയും ചെയ്യുന്നു. അങ്ങനെ താളം തെറ്റിച്ച് അവിടെ നമ്മളുടെ ബോധാവസ്ഥയെ തകിടം മറിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബോധം നശിച്ചാലും ഇയാൾക്ക് ഈ ഡോപാമിന്റെ ഉൽപാദനം നടക്കുന്നില്ല. പക്ഷെ ഡോപാമിൻ ഉൽപ്പാദിപ്പിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് വീണ്ടും കഴിക്കുന്നു. അപ്പോൾ വീണ്ടും വീണ്ടും ബോധം നശിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മദ്യപിച്ചു കഴിഞ്ഞാൽ ഈ ഡോപാമിൻ ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല നമ്മളുടെ ബോധം നശിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് അത് നമ്മൾ അറിയുന്നത് പോലുമില്ല. നമ്മൾക്ക് ഈ ബോധം നശിച്ച് നമ്മള് വേച്ചു വീഴുന്നതോ അല്ലെങ്കിൽ വീണു പോകുന്നതോ ഉറങ്ങിപ്പോകുന്നതോ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെന്ന് ഓർമ്മയില്ലാത്തതോ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ കടക്കുന്നതൊന്നും നമ്മൾ അറിയുന്നത് പോലുമില്ല. അപ്പോഴും നമ്മളുടെ വിചാരം ഈ ഡോപാമിന്റെ 2 പെഗ്ഗിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഡോപാമിൻ കിട്ടും എന്ന് തന്നെയാണ്. പക്ഷെ അത് കിട്ടാത്തൊരവസ്ഥയിലേക്ക് നമ്മളുടെ ശരീരം ട്രാൻസ്ഫർ ആയി പോയി എന്നുള്ള വിവരം ട്രാൻസ്ഫോം ചെയ്തു എന്നുള്ള വിവരം നമ്മൾ അറിയുന്നില്ല. അപ്പൊ പിന്നെ സംഭവിക്കുക ഓരോ തവണയും പോയി കുടിക്കുമ്പോ ഈ സുബോധാവസ്ഥ തകരാറിലാവുക എന്നുള്ളതല്ലാതെ വേച്ച് വീഴുക എന്നുള്ളതല്ലാതെ ആദ്യ കാലത്ത് അടിച്ചപ്പോ കിട്ടിയിരുന്ന 2 പെഗ് അടിച്ചപ്പോ കിട്ടിയിരുന്ന ആ ഉന്മാദാവസ്ഥ ഒരിക്കലും കിട്ടുന്നില്ല. അതായത് ആ ഡോപാമിന്റെ ഉൽപാദനം നിന്നുപോയി. അതുകൊണ്ട് നമുക്ക് ആ ഒരു സംഗതി ഇനി അത് ഈ മദ്യത്തിന്റെ ഉപയോഗം കൊണ്ട് നടക്കില്ല എന്ന്. അങ്ങനെയാണ് പിന്നീട് ഈ കക്ഷി അതിനെ പിന്നെ കോക്ടെയിൽ ആക്കി നോക്കുന്നു. വിസ്കിയും ബ്രാൻഡിയും റമ്മും ബ്രാൻഡിയും വിസ്കിയും ഒക്കെ ചേർത്ത് കഴിക്കുന്നു. അതിന്റെ കൂടെ സിഗരറ്റ് കൂട്ടി വലിച്ചു നോക്കുന്നു. അതിന്റെ കൂടെ ചിലപ്പോൾ ഹാൻഡ്സ് ഉപയോഗിച്ച് നോക്കുന്നു. പിന്നെ കഞ്ചാവ് ഉപയോഗിച്ച് നോക്കുന്നു. അതുപോലെ തന്നെ പല സാധനങ്ങളും മിക്സ് ചെയ്ത് നോക്കുന്നു. അപ്പോ അങ്ങനെയെങ്കിലും ഈ ഒരു ആ ഒരു സുഖകരമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ എത്തിച്ചേരുന്നില്ല. ആ സുഖകരമായ അവസ്ഥ കിട്ടണമെങ്കിൽ ഈ ഡോപാമിന്റെ ഉൽപാദനം നടക്കണം. അത് നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ മദ്യപാനം പ്രശ്നമാവുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു കുടി കുടിക്കുമ്പോ തന്നെ പ്രതീക്ഷയോട് കൂടിയാണ് കുടിക്കുന്നത്. പക്ഷെ അത് കുടിക്കുമ്പോ അത് കിട്ടുന്നില്ല. അതുകൊണ്ട് അടുത്ത് കുടിക്കുന്നു. അങ്ങനെ കുടിച്ചു പോകുന്നു. അപ്പൊ ഇവിടെ നിയന്ത്രിക്കാൻ കഴിയുന്ന കുടി എന്ന് പറയുന്നത് ആദ്യത്തെ കുടിയാണ്. ആദ്യത്തെ പെഗ് ആണ് എല്ലാം കുഴപ്പമുണ്ടാക്കിയത്. ആദ്യത്തെ പെഗ് കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മള് തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. കാരണം എന്തോ ഒരു സംഗതി കിട്ടാൻ വേണ്ടിയാണല്ലോ കഴിച്ചത്. അത് കിട്ടുന്നില്ല പിന്നെ കഴിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ടാണ് ഈ അവസാനമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 2 പെഗോ 3 പെഗോ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് ഞാൻ കഴിക്കാൻ പോലും നിൽക്കാത്തത്. കാരണം അത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത് ശരിയാവൂല എന്നൊരു തോന്നല് വരികയാണ്. ആദ്യത്തെ കവിൾ മദ്യം കഴിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പൂസാകില്ല എന്നതും ഒരു കവിൾ മദ്യം ധാരാളം എന്നത് 20 എണ്ണം ഒട്ടും മതി വരാത്തതും എന്നും ഏയിൽ സാധാരണയായി കേൾക്കുന്ന പ്രയോഗങ്ങളാണ്. നമ്മളിൽ മിക്കവരും ആദ്യം കുടിച്ചു തുടങ്ങിയപ്പോൾ 1 2 പെഗ്ഗിൽ കൂടുതൽ മദ്യം കുടിച്ചിരുന്നില്ല. അല്ലെങ്കിൽ കുടിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ ക്രമേണ നമ്മൾ പെഗ്ഗുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. പിന്നെ തുടർന്നുള്ള വർഷങ്ങളിൽ കഴിക്കുന്ന മദ്യത്തിന്റെ അളവ് കൂടി വരികയും നമ്മളിൽ ചിലർ ലഹരിക്കടിപ്പെട്ട് ആ നിലയിൽ തുടരുകയും ചെയ്തു. അങ്ങനെ ഈ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതി. അഡിക്ഷൻ. അപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് ഒരു മദ്യാസക്തന് ഇത്രയും ദേഷ്യമുള്ള ഒരു വാക്കില്ല. കാരണം നിങ്ങൾ അഡിക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മദ്യാസക്തനും പറയല ഞാൻ അഡിക്റ്റ് ആണെന്ന്. കാരണം അഡിക്റ്റ് എന്ന് പറഞ്ഞാൽ അടിമയാ. മദ്യത്തിന്റെ അടിമയല്ല ഞാൻ. മദ്യം ഇതുവരെ എന്നെ കീഴടക്കിയിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് ഏതൊരു മദ്യാസക്തനും മദ്യപിക്കുന്നത്. എന്നെ കീഴടക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട്
ഓക്കെ. അതുകൊണ്ട് മദ്യത്തിന്റെ അളവ് കൂടിക്കൂടി വരികയും നമ്മൾ ചില ലഹരിക്ക് അടിമപ്പെട്ട് ആ നിലയിൽ തുടരുകയും ചെയ്തു. ഒരു പക്ഷേ നമ്മളുടെ ഉന്മാദാവസ്ഥ സംസാരത്തിലോ നടപ്പിലോ പ്രകടമായിരുന്നില്ല. എങ്കിലും നമ്മൾ ഈ കാലയളവിൽ ഒരിക്കലും സുബോധവാന്മാരായിരുന്നു. കുറച്ചും കൂടെ കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? മദ്യപാനം വളരെയധികം അലട്ടുകയാണെങ്കിൽ നമ്മൾ കുടിക്കുന്ന അളവ് കുറയ്ക്കുകയോ ഒന്നോ രണ്ടോ പെഗിലേക്ക് കൂടി പരിമിതപ്പെടുത്തുകയോ അതുമല്ലെങ്കിൽ വീര്യമുള്ള മദ്യത്തിൽ നിന്ന് ബിയറിലേക്കോ വൈനിലേക്കോ ഒക്കെ മാറുകയും ചെയ്തു. അപ്പൊ ഈ പറഞ്ഞ കുടി സ്ട്രോങ് ആയി വന്നപ്പോ നമ്മളില് വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അപ്പൊ ഈ പ്രശ്നങ്ങള് എന്താ വെച്ചാൽ ബോധം നശിച്ചല്ലോ. ബോധം നശിച്ചുകൊണ്ട് ചിലപ്പോൾ നമ്മൾ വീണ് പോവാൻ തുടങ്ങി, അടി തെറ്റാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് മനസ്സിലായി അതെന്തോ ഒരു കുഴപ്പമുണ്ട്. അങ്ങനെ നമ്മൾ ബിയറിലേക്ക് മാറുന്നു, പിന്നെ ഒന്നോ രണ്ടോ പെഗിലേക്ക് മാറുന്നു. അതൊക്കെ തൽക്കാലം കുടിച്ച് നിർത്താന്നൊക്കെ ശ്രമിക്കുന്നു. പക്ഷെ ആ ഒരു പരീക്ഷണം ഒന്നോ രണ്ടോ ആഴ്ചകളൊക്കെ ചിലപ്പോൾ നിന്നേക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആപൽക്കരമായ ഉന്മത്തത ഒഴിവാക്കാനായി കുടിക്കുന്ന മദ്യത്തിന്റെ അളവ് അല്പം കുറച്ചേക്കാം. അല്ലെങ്കിൽ എത്രമാത്രം മദ്യം കഴിക്കുന്നു എന്ന കാര്യം ഒളിച്ചു വെക്കാൻ ശ്രമിച്ചേക്കാം. അപ്പൊ ആദ്യമൊക്കെ ചെറുപ്പത്തിലൊക്കെ 2 പെഗ് അടിച്ചാൽ 3 പെഗ് അടിച്ചു എന്നായിരുന്നു പറയാം. 3 പെഗ് അടിച്ചാൽ ഞാനൊരു പൈന്റ് അടിച്ചു എന്നായിരുന്നു പറയാം. കാരണം ഇത് കുറച്ച് കൂടുതൽ കഴിച്ചു എന്ന് പറയുന്നത് വലിയൊരു ഒരു ഒരു അഹങ്കാരം പോലെയായിരുന്നു. പക്ഷെ കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പോ ഞാനൊരു ഫുൾ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ 2 അടിച്ചുള്ളൂ എന്നാ പറയാ. 1 പെഗ്ഗേ അടിച്ചുള്ളൂ, 1.5 അടിച്ചിട്ടുള്ളൂ എന്ന് പറയും. ഒരു ഫുൾ അടിച്ചു കഴിഞ്ഞ് നിൽക്കുകയാണല്ലോ. കാരണം എന്നിട്ടും അതിന്റെ ഒരു പെഗ് അടിച്ചതിന്റെ ഒരു എഫക്ട് പോലും ഇയാളിൽ വന്നിട്ടുണ്ടാവില്ല. അതൊരു നാണക്കേടായി വന്നു. പിന്നീട് കുടിയുടെ അളവൊക്കെ മറച്ചു വെക്കാനൊക്കെ തുടങ്ങുന്നു. പക്ഷെ ഈ നടപടികളിലെല്ലാം കൂടുതൽ ബുദ്ധിമുട്ടുള്ളതായി മാറി. വല്ലപ്പോഴുമെങ്കിലും നമ്മൾ പൂർണ്ണമായും മദ്യപിക്കാതിരിക്കുകയും അങ്ങനെ കുറച്ചു കാലം തൊട്ടുകഴിഞ്ഞു. അപ്പത്തേക്കും കുടി പ്രശ്നമായി. പിന്നെ ഗവേഷണം തുടങ്ങി. അപ്പൊ കുടിയിൽ നിന്ന് മാറി നിൽക്കുക, കുറച്ചു കാലം കുടിക്കാതിരിക്കുക, നോമ്പെടുക്കുക, പിന്നെ ആൾക്കാരോടൊക്കെ കള്ളം പറയുക, പിന്നെ ഒറ്റയ്ക്ക് പോയി കുടിക്കുക, അത് ആരും കാണാതെ പോയി കുടിക്കുക, അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു ലെവലിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ മാറാൻ തുടങ്ങി. ഒടുവിൽ നമ്മൾ വീണ്ടും ഈ മദ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പൊ കുടി മോശമായി എന്ന് നമുക്ക് ബോധ്യമായ ആ സമയത്ത് നമ്മൾ ചെറിയൊരു ഉൾവലിയിൽ നടന്നിട്ടുണ്ട്. ഉൾവലിയിൽ നടന്ന് നമ്മൾ സ്വന്തം നിലയ്ക്ക് അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെയും ഈ മദ്യമായതുകൊണ്ട്, മദ്യാസക്തി ഉള്ള ആളായതുകൊണ്ടും അത് വളരെ പെട്ടെന്ന് അത് ഓപ്പൺ ആകുന്നു, എല്ലാവരിലേക്കും അത് എത്തിച്ചേരുന്നു. അപ്പൊ ഒരു കവിൾ മദ്യം കഴിച്ചു, അത് വളരെ ഗൗരവപരമായ അങ്ങനെ പിന്നെ കുടിയൊക്കെ നിർത്തി, കുറച്ചു. പിന്നെ പോയിട്ട് ഒരു പെഗ് അടിക്കുന്നു, അത് കുഴപ്പമില്ല. നമ്മളുടെ ഒരു ചങ്ങാതി കഴിഞ്ഞ ഒരു 3 വർഷം മുമ്പ് മരിച്ചു. ഞാനും അവരും കൂടെയാണ് ഏറ്റവും കൂടുതൽ മദ്യപിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് മദ്യപിച്ച ഒരാളാണ്. അപ്പൊ അവന് ഒരു 5 വർഷം ഏലുണ്ടായിരുന്നു. എന്നിട്ട് അവൻ ഏന്ന് ചാടിപ്പോയി. അത് കഴിഞ്ഞ് അവന് ലിവറിന് പ്രോബ്ലം വന്നു. അങ്ങനെ പോയി ഡോക്ടറെ കാണിച്ചു. ഒരാഴ്ച കോഴിക്കോട് ഹോസ്പിറ്റലിൽ കിടന്നു. അങ്ങനെ തിരിച്ചു വന്നപ്പോ ഡോക്ടർ പറഞ്ഞു ഇനി കുടിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു, ഒരു പെഗ് അടിച്ചു. ഒരു പെഗ് അടിച്ച് നോക്കി കഴിഞ്ഞ് അങ്ങനെ ഒരു കുഴപ്പമുണ്ടായില്ല. അവന് ഒരു ഫീലിംഗും തോന്നിയില്ല. അവൻ പറഞ്ഞിട്ടുള്ള എന്നോട്, എനിക്ക് ഒന്നും തോന്നിയില്ല, ഒരു പ്രശ്നമില്ല. ഡോക്ടർമാര് പിന്നെ അതങ്ങനെ അത് പറയും. അതിനാണല്ലോ അവരവിടെ ഇരിക്കണത്. അവര് പറയേണ്ട കാര്യം അവര് പറയണല്ലോ. അവര് പറഞ്ഞു. എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെ ഇവന് ഒരു പെഗ് അടിക്കാൻ തുടങ്ങി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അത് 2 പിന്നെ അത് 3 പിന്നെ അതിന്റെ അളവ് കൂടി. ഏതായാലും 3 വർഷം മുമ്പ് അവൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയി. അപ്പൊ അവൻ അന്ന് ഈ ആശുപത്രിയിൽ നിന്ന് വന്നപ്പോ ഞാൻ ഒരുപാട് തവണ അവനോട് പറഞ്ഞു, എടാ അത് ശരിയല്ല കേട്ടോ കുടിക്കുന്നത്, അങ്ങനെയാണ്, നിനക്ക് ഇങ്ങനെ ലിവറിന് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എന്ത് പ്രശ്നം എന്ന് പറഞ്ഞ് പിന്നെയും കുടിച്ചതാണ്. അപ്പൊ അവിടെ ഒന്ന് വെച്ചിട്ട് പോകാവോ? എന്നോടല്ലായിരിക്കും. ഓക്കെ. അത് ഏതോ മൈക്ക് തുറന്നോ സാറേ? എന്നോടല്ലായിരിക്കുന്നത് അത്. ഓക്കെ. അപ്പുറം പറഞ്ഞതായിരിക്കും. ഏതായാലും അങ്ങനെയാണെങ്കിലും അങ്ങനെയൊക്കെ ഉള്ള ഒരു ശ്രമം നടത്തി നോക്കുന്നുണ്ട്.
അളവ് കുറയ്ക്കാനൊക്കെ നോക്കി. ഞാനൊക്കെ ഈ അളവ് കുറയ്ക്കാൻ നോക്കിയതിൽ ഏറ്റവും വിദഗ്ധനാണ് ഒരാളാണ് ഞാൻ. കാരണം അളവ് കുറയ്ക്കാൻ വേണ്ടി നടത്തിയ പരീക്ഷണങ്ങൾ നിരവധിയാണ്. കാരണം ഈ കുടി മോശമായി കഴിഞ്ഞപ്പോ എത്രയോ ഗവേഷണങ്ങൾ നടത്തി, ബ്രാൻഡ് മാറി നോക്കി, വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കുടിച്ചു നോക്കി. ആഹ് ചില ആൾക്കാരുടെ കൂടെ കുടിക്കില്ല എന്ന് തീരുമാനിച്ചു, ഒറ്റയ്ക്ക് പോയി കുടിക്കാൻ നോക്കി. അതുപോലെ രാത്രിയേ കുടിക്കുള്ളൂ എന്ന് തീരുമാനിച്ചു. അങ്ങനെ പല പല ഗവേഷണങ്ങളൊക്കെ നടത്തി നോക്കിയിട്ടുണ്ട് ഈ കുടിയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു പെഗ് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആ കുടിയുടെ അളവിന്റെ മുകളിലുള്ള നിയന്ത്രണം കിട്ടാതായി പോകുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് ഇത് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി ഒരു ചികിത്സാലയത്തിലേക്ക് പോകുന്നത്. അപ്പൊ അല്പം കൂടി കഴിക്കുന്നത് സുരക്ഷിതമാണെന്ന് തോന്നി. ഒരു പെഗ് കഴിച്ചു, കുഴപ്പമില്ല. ഒന്നുകൂടെ കഴിച്ചൊക്കെ കുഴപ്പമില്ല തോന്നുന്നു. ആ സമയത്ത് നമ്മൾ അത്ര മാത്രമേ കുടിച്ചു കാണുകയുള്ളൂ. നമ്മൾക്ക് ഒന്നോ രണ്ടോ പെഗ് മദ്യം കഴിച്ച് നിർത്താം എന്നുള്ള ചിന്ത വളരെ ആശ്വാസകരമായിരുന്നു. ഞങ്ങളിൽ ചിലർ അങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ചു. പക്ഷെ ആ അനുഭവം ഒരു കെണിയായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി. ഒന്ന് രണ്ട് തവണയൊക്കെ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ഞാനും അങ്ങനെ രക്ഷപ്പെട്ട ആളാണ്. ഞാന് ഈ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ഈ കുടി കുറയ്ക്കാൻ വേണ്ടി നടത്തിയ ഏറ്റവും നല്ലൊരു പരീക്ഷണം ആയിരുന്നു. എന്റെ ഒരു നല്ല ഗുരു പറഞ്ഞു തന്ന, എടാ നീ 1 ലിറ്റർ വാങ്ങി വീട്ടിൽ കൊണ്ട് വെച്ച് ഒരാഴ്ച കൊണ്ട് കഴിക്കേ, അപ്പൊ ഒരു കുഴപ്പമുണ്ടാവില്ല, ഒരു ആ, വിഷയമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്നാ, ഞാൻ 1 ലിറ്റർ വാങ്ങി ഒരാഴ്ച കൊണ്ട് കഴിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അത് അളക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വേണമല്ലോ എന്ന് വിചാരിച്ച് ഒരു ക്വാർട്ടർ കൂടെ വാങ്ങി. അങ്ങനെ ആദ്യത്തെ ദിവസം ഞാൻ വീട്ടിലെ ഭാര്യയോടൊക്കെ പറഞ്ഞ് ഈ ക്വാർട്ടർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ ഇനി വീട്ടിൽ നിന്നേ കഴിക്കുന്നുള്ളൂ, നാട്ടിൽ പോണില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങാടിയിലൊക്കെ പോയി വൈകുന്നേരം വന്ന് കുടിക്കാതെ വന്ന് വീട്ടിൽ വന്ന് ഈ ക്വാർട്ടർ പൊട്ടിച്ച് സുഖമായിട്ട് കഴിച്ച് ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ വളരെ നല്ല ഒരു അന്തരീക്ഷം, നല്ല ഫ്രഷ് ആയിട്ട് എഴുന്നേറ്റു. കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്തു. സ്കൂളിലൊക്കെ പോയി തിരിച്ചു വീട്ടിൽ വന്നു, അങ്ങാടിയിലൊക്കെ പോയി തിരിച്ചു വീട്ടിൽ വന്നു. ഒരു കുഴപ്പമില്ല, ഊണൊക്കെ കഴിച്ചു. രാത്രിയിൽ വീണ്ടും ഈ ലിറ്റർ പൊട്ടിച്ചു ക്വാർട്ടർ കുപ്പിയിലേക്ക് ഒഴിച്ച് ആ ക്വാർട്ടർ കഴിച്ച് ഞാൻ കിടന്നു. പക്ഷെ അന്ന് കിടന്നപ്പോ എനിക്ക് ഉറക്കം വന്നില്ല. രണ്ടാമത്തെ ദിവസം, ആദ്യത്തെ ദിവസം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞത് ആ ലിറ്റർ കുപ്പി പൊട്ടിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ ദിവസം എനിക്ക് ഒരു ക്വാർട്ടർ കഴിച്ചിട്ട് ഉറക്കം വരാത്തത് പൊട്ടിച്ച ലിറ്റർ കുപ്പി അവിടെ മുകളിൽ ഇരിപ്പുണ്ട്, അട്ടത്തിരിപ്പുണ്ട് എന്നുള്ളൊരു ചിന്ത എന്നിലെ ഉറക്കം നഷ്ടപ്പെടുത്തി. കുറെ കഴിഞ്ഞപ്പോ ഞാൻ എഴുന്നേറ്റിട്ട് ഒരു പെഗും കൂടെ കഴിച്ചു. അത് കഴിഞ്ഞിട്ടും എനിക്ക് ഉറക്കം വന്നില്ല. പിന്നെ ഞാൻ ഒരു പെഗ് കൂടെ കഴിച്ചു. പിന്നെ ഞാൻ എത്ര കഴിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഏതായാലും ആ കുപ്പിയുടെ 3/4 ഭാഗവും തീർത്തിട്ടാണ് അന്ന് രാത്രിയിൽ കിടന്നുറങ്ങിയത്. ഒരു 3 മണിക്കാണോ 4 മണിക്കാണോ കിടന്നുറങ്ങിയെന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ വീട്ടിൽ കൊണ്ടുവച്ച് രഹസ്യമായി ഒന്നോ രണ്ടോ പെഗ് അടിക്കാം എന്നുള്ള എന്റെ ഒരു വ്യാമോഹം ആ അങ്ങോട്ട് ഇല്ലാതായി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും മദ്യാസക്തി എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് എനിക്ക് മനസ്സിലായത്. കാരണം ഈ കുടിയുടെ മുകളില് എനിക്ക് ആദ്യത്തെ ദിവസം നിയന്ത്രിക്കാൻ കഴിഞ്ഞപ്പോ, ഒരു ക്വാർട്ടർ കഴിച്ചിട്ട് കിടക്കാൻ കഴിഞ്ഞപ്പോ ഞാൻ അന്ന് ഉറപ്പിച്ചതാണ് എനിക്ക് നിയന്ത്രിച്ച് കഴിക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പൊ ആദ്യത്തെ ഒരു ദിവസമേ അത് പറ്റുള്ളൂ, പക്ഷെ പിറ്റേ ദിവസം പറ്റിയില്ല. ഇത് തന്നെയാണ് പലപ്പോഴും നമ്മളെ കബളിപ്പിക്കുന്ന ഒരു സംഗതി. ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസം ഈ ഒരു മദ്യാസക്തനായ ചങ്ങാതിക്ക് ചിലപ്പോൾ കഴിച്ച് ഒന്ന് രണ്ട് പെഗ് കഴിച്ച് നിർത്താൻ പറ്റിയേക്കാം. പക്ഷേ അത് ഒരു ഒരു എന്താണ് ഒരു കെണിയാണ് എന്നുള്ളതാണ് എനിക്ക് പിന്നീട് മനസ്സിലായത്. ആ സമയത്ത് നമ്മൾ അത്ര മാത്രമേ കുടിച്ചു കാണുള്ളൂ. നമ്മൾക്ക് ഒന്നോ രണ്ടോ പെഗ് മദ്യം കഴിച്ച് നിർത്താം എന്നുള്ള ചിന്ത വളരെ ആശ്വാസകരമായിരുന്നു. ഞങ്ങൾ ചിലർ അങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ചു. പക്ഷേ ആ അനുഭവം ഒരു കെണിയായിരുന്നു എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു. സുരക്ഷിതമായി മദ്യപിക്കാമെന്ന് അത് നമ്മെ പ്രലോഭിപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റൊരവസരം വന്നെത്തും. എന്തെങ്കിലും ഒരു വിശേഷാഘോഷം, വ്യക്തിപരമായ ഒരു നഷ്ടം അല്ലെങ്കിൽ പ്രത്യേക കാരണങ്ങളുമൊന്നുമില്ലാത്ത ഒരു സംഭവം വരും. ഒന്നോ രണ്ടോ മൂന്നോ കവിൾ മദ്യം ഞങ്ങളെ അതീവ സന്തുഷ്ടരാക്കിയപ്പോൾ ഇനിയും കുറച്ചുകൂടി സന്തോഷം കിട്ടാൻ വേണ്ടി ഒന്നും കൂടി കുടിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നു. അങ്ങനെ മതോന്മത്തരാകണമെന്ന യാതൊരു ഉദ്ദേശവുമില്ലാതെ, പൂസാകണമെന്നോ വഴി കിടക്കണമെന്നോ ഒരു ഉദ്ദേശവുമില്ലാതെ മാന്യമായി കുടിച്ചു പോരണം എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം കുടിക്കാൻ പോയിട്ട് തിരിച്ചു വന്നത് ഞങ്ങൾ ഞങ്ങൾക്ക് ആഗ്രഹമില്ലാതെ തന്നെ വളരെ അമിതമായി മദ്യപിച്ചിട്ടാണ് വന്നിട്ടുണ്ടാവുക. ആ ഒരു സംഗതിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. മദ്യാസക്തി എന്ന് പറയുന്ന ഈ പറയുന്ന രോഗത്തിന്റെ ലക്ഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണത്.
നമ്മൾക്ക് വലിയ ആഗ്രഹമുണ്ട് എങ്കിലും ഒന്നോ രണ്ടോ പെഗോ കഴിച്ച് നിർത്തണം, ലഭ്യമാണെങ്കിൽ കേട്ടോ. സംഗതി ലഭ്യമാണ് എങ്കിൽ, അതായത് ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, ആണ് എങ്കിൽ ഒന്നോ രണ്ടോ പെഗ് കഴിച്ച് നിർത്താനുള്ള കഴിവ്, കുടിച്ചതിന് ശേഷം തീരെ കുടിക്കാതിരിക്കുന്ന അവസ്ഥയിലല്ല, കുറച്ച് കുടിച്ചതിന് ശേഷം ഇനി അങ്ങ് നിർത്തിയേക്കാം എന്നുള്ള ചിന്ത നമ്മളിൽ ഉരുത്തിരിയില്ല എന്നുള്ളതാണ് ഈ രോഗത്തിന്റെ ഒരു പ്രധാന ലക്ഷണം എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് മാറ്റിവെക്കേണ്ടത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പെഗ് അല്ല, അല്ലെങ്കിൽ നാലാമത്തെയോ പെഗ് അല്ല. അത് മാറ്റിവെക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിച്ചു. പക്ഷെ ഒന്നാമത്തത് മാറ്റിവെക്കാൻ കഴിയും എന്നുള്ള വിവരം എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒന്നാമത്തെ പെഗ് മാറ്റിവെച്ചിട്ട് 21 വർഷമാണ്. ഞാൻ ഈ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പെഗ് മാറ്റിവെച്ചിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമേ എനിക്കത് കിട്ടിയിട്ടുള്ളൂ. മൂന്നാമത്തെ ദിവസം അത് പൊട്ടിപ്പോയിട്ടുണ്ട്. പല തവണയും എനിക്കത് അറിയാവുന്ന. അതുകൊണ്ട് ഇത്തരം അനുഭവങ്ങളുടെ ആവർത്തനം ഞങ്ങളെ യുക്തിപരമായി പഴുതുകളില്ലാതെ താഴെ പറയുന്ന നിഗമനത്തിൽ എത്തിച്ചു. ഈ പറഞ്ഞ അനുഭവത്തിലൂടെ എത്തിച്ചേർന്ന നിഗമനം, ആദ്യത്തെ കവിൾ മദ്യം കഴിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും മതോന്മത്തരാവുകയില്ല. ആദ്യത്തെ പെഗ്ഗാണ് പ്രശ്നം. ആദ്യം ഒരു പെഗ് കുറച്ച് കുടിച്ചിട്ട് പിന്നെ കുടിക്കാതിരിക്കുക എന്നുള്ളത് നടക്കില്ല എന്ന് മനസ്സിലായി. കുറച്ച് അത് പലപ്പോഴും നമുക്ക് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കല് ഒരു 4 പേര് കൂടി ഒരു പൈന്റ് കുടിക്കുന്ന സമയത്ത് ഞാൻ അവിടെ എത്തിപ്പെട്ടു. 6 പെഗ്ഗമറ്റ ഉണ്ടാവുക. ആ പൈന്റ് കുടിക്കാൻ വേണ്ടി അവരെന്നോട് ചോദിച്ചു, കുറച്ച് ഊറ്റട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അവർക്ക് ഈ 3 പേർക്കും കൂടി ഈ 2 പെഗ് ധാരാളം മതി. അങ്ങനെ കുടിക്കുന്നവരാ. അവർക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരു പെഗ് കൂടി പോയാൽ പോലും അവർക്ക് അതൊരു കുറ്റബോധം തോന്നാത്ത ആൾക്കാരാണ്. അവർ അതുകൊണ്ടാണ് എന്നോട് ചോദിക്കുന്നത്. ഞാൻ അന്നേരം അത് വേണ്ടാന്ന് പറയാൻ കാരണം, ആ ഒരു പെഗ് ഞാൻ കഴിച്ചു കഴിഞ്ഞാല് ഞാൻ അവിടെ നിൽക്കില്ല, ഞാൻ അടുത്ത വണ്ടി എടുത്ത് പോകണം. അതല്ലെങ്കിൽ എനിക്കിപ്പോ വീട്ടിൽ പോയി കിടന്നുറങ്ങാം. ഞാനത് കുടിച്ചാൽ ഞാൻ അടുത്ത കുടിക്കാൻ പോകേണ്ടി വരും. അപ്പൊ ആദ്യത്തെ ഒരു പെഗ് ആണ് എനിക്ക് മാറ്റിവെക്കാൻ കഴിയുക. രണ്ടാമത്തത് ഞാൻ കുടിക്കാൻ പോകേണ്ടി വരും എന്ന് എനിക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ട് ഞാനത് വേണ്ടാന്ന് പറഞ്ഞു. എനിക്കത് അതിന് നമ്മൾ പറയുന്ന ഒരു വാക്ക് ഇതാണ്, തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്, തൊടാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ അത്തരം ഒരുപാട് അനുഭവങ്ങളിൽ നിന്നാണ് ഈ ഞാൻ പഠിച്ചത്, മനസ്സിലാക്കിയത്. എന്റെ മദ്യാസക്ത രോഗത്തിന്റെ ഏറ്റവും ലക്ഷണം കാണിക്കാൻ തുടങ്ങുന്നത് ഈ ആദ്യത്തെ കവിൾ മദ്യത്തിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് മാറ്റിവെക്കാൻ പറ്റുന്നത് ആദ്യമാണ്, രണ്ടാമത്തത് മാറ്റിവെക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി. അതിനാൽ ഒരിക്കലും മദ്യപിക്കാതിരിക്കാനുള്ള ഞങ്ങളുടെ പദ്ധതികളുടെ ആസൂത്രണത്തിലും, അല്ലെങ്കിൽ കുടിക്കുന്ന പെഗ്ഗുകളുടെ എണ്ണം കുറയ്ക്കുക, അത് പരിമിതപ്പെടുത്താനുള്ള ശ്രമം ഒക്കെ നിർത്തിയിട്ട് ആദ്യത്തെ കവിൾ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. അത്രയും കാലം നടത്തിയ പരീക്ഷണങ്ങൾ മുഴുവനും കുടിക്കുന്ന അളവ് നിയന്ത്രിച്ചു കുടിക്കുക. അങ്ങനെ നിയന്ത്രിച്ചു കുടിക്കുന്ന കുറെ മാന്യന്മാരുടെ പേര് വിവരങ്ങളും അവരുടെ ലിസ്റ്റുകളും ഒക്കെ ദിവസവും ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. അവരെ പോലെ കുടിക്കുക എന്നുള്ള അതിനുവേണ്ടിയുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടും പിന്നെ നമ്മൾ കുടിച്ചു കഴിയുമ്പോൾ അത് വളരെ വഷളായി പോവുക. ഞാന് ഓർത്ത് നോക്കി, ഈ നമ്മുടെ ഒരു സവിശേഷത, ഒരു 10 പേര് ഒന്നിച്ച് മദ്യപിക്കുകയാണെങ്കിൽ, കുറെ സാധനമൊക്കെ വാങ്ങി മദ്യപിക്കുകയാണെങ്കിൽ, അതില് അവസാനം പോകുന്ന കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു ഞാൻ. അവസാനം പോകുന്ന 2 പേരുണ്ടാവും. അതിലൊന്ന് ഞാനായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ചിലപ്പോ പോവും. അപ്പൊ അവിടെ മനസ്സിലായത്, ഈ നേരത്തെ പോയവരാരും മദ്യാസക്തരല്ല. അവര് മദ്യപിക്കുന്നുള്ളൂ. അവർക്ക് പിന്നെയും വേണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഈ പറഞ്ഞ 2ഓ 3ഓ പേര് അവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ മദ്യാസക്ത രോഗികളായിട്ടുള്ളത്. അവർക്ക് തികഞ്ഞിട്ടില്ല. തികഞ്ഞവരൊക്കെ പോയി, തികയാത്തവരൊക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പൊ ഈ തികയാത്ത ആൾക്കാര് കുറച്ച് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെയും തികഞ്ഞില്ല എന്ന് തോന്നുന്നതാണ് മദ്യാസക്ത രോഗത്തിന്റെ രണ്ടാമത്തെ ലക്ഷണം എന്നുള്ളത്. തികയല. പിന്നെ ഒരു പെഗ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെയും കുടിക്കണം എന്ന് തോന്നുന്ന ഒരു ലക്ഷണം അതാണ്. അതുപോലെ തന്നെ ഫലത്തിൽ കുടിക്കുന്ന മദ്യത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നതിനെ പറ്റി നാം വ്യാകുലപ്പെടാതെ
ആ പരമ്പരയുടെ ആരംഭം കുറിക്കുന്ന ആദ്യത്തെ കവിൾ മദ്യം ഒഴിവാക്കുന്നു. അതേ ഒഴിവാക്കാൻ പറ്റൂ. പക്ഷെ ഈ ആദ്യത്തെ കവിൾ മദ്യം കുടിക്കാൻ പോകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ മദ്യം കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു രസകരമായ ഉന്മാദാവസ്ഥയ്ക്ക് വേണ്ടിയാണ്. ആ രസകരമായ, അതായത് നേരത്തെ പറഞ്ഞ പോലെ പൂസ്, തരിപ്പ്, കിക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയാണ് പോകുന്നത്. ആ അവസ്ഥ കിട്ടുമെന്നുള്ള എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അത് രണ്ടുപേർക്ക് അടിച്ചാൽ കിട്ടുകയും ചെയ്യും. അതിനു വേണ്ടിയാണ് പോകുന്നത്. പക്ഷെ അത് നമ്മളിൽ നിന്ന് അത് യാത്ര പറഞ്ഞു പോയി എന്നുള്ള വിവരം മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും അടിച്ചടിച്ച് അളവ് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഒരിക്കലും ഈ മദ്യപിച്ച് കിക്കാവുക എന്നുള്ള ഒരു സുന്ദരമായ സ്വപ്നമായിട്ട് കിടക്കുകയാണ്. നമ്മൾക്ക് ഇനി അത് സാധ്യമല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ ബ്രെയിനും നമ്മളുടെ ശാരീരിക അവസ്ഥയും ഒക്കെ ഈ പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. ആ മാറിയ ഒരു ശരീരാവസ്ഥയാണ് എനിക്കുള്ളത് കൊണ്ട് ഒരിക്കലും സാധാരണക്കാരനെ പോലെ രണ്ട് പെഗടിച്ച് പോകാൻ എനിക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ മാറ്റിവെക്കാൻ തീരുമാനിച്ചത് ആദ്യത്തെ പെഗാണ്. ആദ്യത്തെ പെഗ് മാറ്റി വെക്കാൻ നമുക്ക് കഴിയും. കാരണം ആദ്യത്തെ പെഗ് കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് സുബോധമുണ്ട്, യുക്തിയുണ്ട്, ചിന്തയുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് അത് വെച്ചിട്ട് നമുക്ക് ആദ്യത്തേതിനോട് നമുക്ക് നോ പറയാം. പക്ഷെ രണ്ടാമത്തതിന് മാറ്റി വെക്കണമെങ്കിൽ നമ്മളുടെ യുക്തിയും പോയി, ചിന്തയും പോയി, സുബോധവും പോയി, എല്ലാം തകരാറിലായതുകൊണ്ട് രണ്ടാമത്തത് മാറ്റി വെക്കാൻ കഴിയില്ല. കാരണം ഒരു പെഗ് തന്നെ നമ്മളുടെ ചിന്തയെയും ന്യായ വിവേചന ശക്തികളെയും തകർത്ത് കളയും. അതുകൊണ്ട് രണ്ടാമത്തത് മാറ്റിവെക്കാൻ നമുക്ക് സാധ്യമല്ല. ഒന്നാമത്തത് മാറ്റിവെക്കാൻ സാധിക്കും. അതിന് നമുക്ക് ന്യായ വിവേചന ബുദ്ധി പ്രയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് ആദ്യത്തെ കവിൾ മദ്യമാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുക. ഇത് കേൾക്കുമ്പോൾ വെറും വിഡ്ഢിത്തമായി തോന്നുന്നുണ്ടാവാം അല്ലെ? ഏൽ വരുന്നതിന് മുമ്പ് ഞങ്ങൾ തന്നെ ഇത് എന്തുകൊണ്ട് കണ്ടെത്തിയില്ല എന്നുള്ളത് ഞങ്ങളിൽ ചിലർക്ക് അവിശ്വസനീയമായി തോന്നി. തീർച്ചയായും മദ്യാസക്ത രോഗത്തെ പറ്റി മനസ്സിലാക്കുന്നത് വരെയെങ്കിലും മദ്യപാനം പൂർണ്ണമായും ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല എന്നതാണ് അതിന്റെ സത്യം. ഈ മദ്യത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ടതുണ്ടോ? കുറേശ്ശൊക്കെ മദ്യപിച്ചാൽ എന്താ കുഴപ്പം? എത്രയോ പേരെങ്ങനെ കുറേശ്ശെ മദ്യപിക്കുന്നില്ലേ? മദ്യപിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കിക്ക് ഉണ്ടല്ലോ, അതെന്തിനാ നമ്മൾ കളയുന്നത്? ഒരു സുഖകരമായ അവസ്ഥയുണ്ടല്ലോ, അതെന്തിനാ കളയുന്നത് എന്ന ഒരു ചിന്ത എപ്പോഴും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. ഈ അലട്ടിക്കൊണ്ടിരിക്കുമ്പോ ഈ നമ്മളിപ്പോ അധ്വാനിക്കുന്നത്, പൈസ ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് ജീവിക്കാൻ വേണ്ടിയല്ലേ, ആനന്ദിക്കാൻ വേണ്ടിയല്ലേ, സുഖിക്കാൻ വേണ്ടിയല്ലേ. അപ്പൊ രണ്ടു പേർക്ക് അടിച്ച് സുഖിക്കുന്നതിനിപ്പോ എന്താ കുഴപ്പം? ഇതെപ്പോഴും നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അങ്ങനത്തെ ഒരു അനുഭവം നമുക്കുണ്ടല്ലോ. പക്ഷെ അതിൽ നിന്ന് നമ്മുടെ ശാരീരിക അവസ്ഥയും മാനസിക അവസ്ഥയും ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിവർത്തനം സംഭവിച്ചു കഴിഞ്ഞ ഒരു ശരീരമായിട്ടാണ് നമുക്കുള്ളത് കൊണ്ട് ഒരിക്കലും ഈ പറയുന്ന ചിന്താപ്രകാരം നമ്മളുടെ ശരീരവും മനസ്സും പ്രവർത്തിക്കുന്നില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് എനിക്ക് ഈ സത്യം മനസ്സിലായത് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ്. എന്നാൽ പ്രധാന കാര്യം ഇതാണ്, പ്രവർത്തിക്കുന്ന ഒരു വിദ്യയാണ് ഇതെന്ന് നമുക്കറിയാം. ഈ ഒരു വിദ്യ, ആദ്യത്തെ പെഗ്ഗിൽ നിന്ന് മാറി നിൽക്കാൻ എടുക്കുന്ന തീരുമാനം അത് പ്രവർത്തിക്കും. അത് നമുക്ക് സുഖമായിട്ട് മാറ്റി വെക്കുകയും ചെയ്യാം. രണ്ടാമത്തെയോ മൂന്നാമത്തെയോ എനിക്ക് മാറ്റി വെക്കാൻ കഴിയില്ല. എത്ര പെഗുകൾ? നാലോ ആറോ? നാലോ ആറോ? 12? നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന പെഗുകളുടെ എണ്ണം കണക്ക് കൂട്ടുന്നതിന് പകരം ഓർക്കുക, ആദ്യത്തെ കവിൾ മദ്യം കയ്യിലെടുക്കാതിരിക്കുക മാത്രം ചെയ്താൽ മതി. അപ്പൊ പിന്നെ ഈ സുഖം കിട്ടണ്ടേ? ആ സുഖത്തിന് വേണ്ടി നമ്മൾ മറ്റു മാർഗങ്ങൾ തേടുക. വളരെ ലളിതമാണ്. ഈ വിധത്തിൽ ചിന്തിക്കുന്ന സ്വഭാവം ഞങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകളെ വർഷങ്ങളോളം സുബോധവാന്മാരായി ജീവിക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇതൊരല്പം കടന്ന കൈയാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഈ ചിന്ത നമ്മൾ ലക്ഷക്കണക്കിന് ആൾക്കാരെ സുബോധവാന്മാരായി എയിൽ കൂടി സഞ്ചരിക്കാൻ സഹായിച്ച ആദ്യത്തെ ചിന്ത ഇതാണ്. മാറ്റിവെക്കാൻ കഴിയുന്നത് ആദ്യത്തെ പെഗ് മാത്രമാണ്. രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പെഗ് മാറ്റിവെക്കാൻ കഴിയില്ല. കാരണം ആദ്യത്തെ പെഗ് പൈസ കൊടുത്ത് കുടിക്കുന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡോപ്പാമിൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഡോപ്പാമിൻ ഉണ്ടാവണില്ല.
അപ്പൊ ഒരെണ്ണം കൂടെ കഴിച്ചു ഡോപ്പാമിൻ ഉണ്ടാക്കാന്നൊക്കെ ഉണ്ടാവണില്ല. അപ്പൊ അടുത്ത കൂടെ കഴിക്കും. അങ്ങനെയാണ് 3 4 കഴിച്ച് നമ്മൾ മതോന്മത്തരാകുന്നു, പൂസാവുന്നു, ബോധം കെടുന്നു. പൂസാവുന്നല്ല, ബോധം കെടുന്നു. എന്നിട്ടും പൂസാവുന്നില്ല. അങ്ങനെ പൂസാവുന്ന ഒരവസ്ഥ നമ്മളിൽ നിന്ന് അസ്തമിച്ചു പോയതുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ കവിൾ മദ്യം ഒഴിവാക്കുക എന്ന വിദ്യക്ക് വൈദ്യശാസ്ത്രപരമായി ശക്തമായ ഒരു അടിസ്ഥാനമുള്ളതായി വിദഗ്ധരായ ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മാറ്റിവെക്കാൻ കഴിയാതെ മാത്രമാണെന്ന്. ആദ്യത്തെ കവിൾ മദ്യമാണ് മതോന്മത്തിൽ എത്തിച്ചേരുന്നതിന് അനിയന്ത്രിതമായ മദ്യപാനത്തിന്റെ കാഞ്ചി വലിക്കുന്നത്. കുറച്ച് കുടിച്ചിട്ട് നിർത്തിപ്പോരാൻ നമുക്ക് പറ്റില്ല. ഒരു കാഞ്ചി വലിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പൊടുന്നനെയോ അല്പസമയത്തിന് ശേഷമോ മദ്യപർ കൂടുതലായി മദ്യപിക്കുന്നു. മദ്യാസക്ത രോഗം മദ്യമെന്ന മയക്കുമരുന്നിനോടുള്ള ആസക്തിയാണ് എന്ന് നമ്മിൽ മിക്കവരും വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ആസക്തി എന്താണെന്ന് കുറച്ചും കൂടി ഒന്ന് നിർവചിച്ചാൽ, ഈ പറയുന്ന സന്തോഷം കിട്ടാൻ വേണ്ടി അതിന് പറ്റിയ സാധനം പിന്നെയും കുടിക്കുകയാണ്. അതിന്റെ അളവ് നോക്കുന്നില്ല. കാരണം നമുക്ക് ഈ ഒരു ഉന്മാദാവസ്ഥ, സന്തോഷകരമായ അവസ്ഥ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ ഈ മദ്യമായതുകൊണ്ട്, കെമിക്കൽ ആയതുകൊണ്ട് അത് നമ്മളുടെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളുടെ ബോധത്തെ നശിക്കുന്നു. അതുകൊണ്ട് കൈകളും കാലുകളും നാക്കും ഒക്കെ കുഴഞ്ഞു പോകുന്നു. 5 കർമ്മേന്ദ്രിയങ്ങൾ കുഴയാണ്. കർമ്മേന്ദ്രിയങ്ങളായ 2 കൈയും 2 കാലും നാക്കുമാണ്. ഈ 4 ഇന്ദ്രിയങ്ങൾ കുഴയും. എന്നിട്ടും ഈ തലച്ചോറിൽ ഡോപ്പാമിൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുന്നില്ല. അതായത് ഉന്മേഷം വരുന്നില്ല. ഉന്മേഷം വരുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഡൗൺ ആയി പോവുകയും ചെയ്തു. നമ്മൾ സാധാരണയിൽ നിന്നും എത്രയോ താഴോട്ട് പോകുന്നു. നമ്മളുടെ ഊർജം എല്ലാം നഷ്ടപ്പെടുന്നു. അപ്പോഴും നമ്മൾ വീണ്ടും സാധനം കിട്ടിയാൽ കുടിച്ചുകൊണ്ടേയിരിക്കും. ഒന്ന് ഛർദ്ദിച്ചു പോയിട്ട് ഒന്ന് മദ്യപിച്ച് ഛർദ്ദിച്ച് കിടക്കുന്ന ആൾ എഴുന്നേറ്റിട്ട് അതേ സമയം ആദ്യം ചെയ്ത പരിപാടി ഒരു പെഗ് അഴിച്ചു കുടിക്കില്ല. കാരണം ഇത് കഴിച്ചാലേ എനിക്ക് നേരെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാരെ ഞാൻ കണ്ടു. ഛർദ്ദിച്ച അവശനായി കിടക്കായിരുന്നു. എഴുന്നേറ്റാൻ പാടെ ആദ്യം ചെയ്യുന്ന പോലെ. അപ്പൊ ഇത് ആ തരത്തിലേക്ക് നമ്മൾ ഇതിനെ ഒരു എന്താ പറയാ, നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിപ്പോയി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. മദ്യാസക്ത രോഗം മദ്യം എന്ന മയക്കുമരുന്നുള്ള ആസക്തിയാണെന്ന് നമ്മൾ മിക്കവരും വിശ്വസിക്കുന്നു. ഏത് തരം ആസക്ത രോഗികളെയും പോലെ രോഗശമനത്തിനായി നമ്മൾ ആസക്തിക്കിടയാക്കിയ മയക്കുമരുന്നിന്റെ ആദ്യത്തെ ഡോസിൽ നിന്നും അകന്നിരിക്കണം. ആസക്തി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ, മദ്യം മാത്രമൊന്നല്ല ആസക്തി രോഗത്തിന്റെ, മയക്കുമരുന്നും മാത്രമൊന്നല്ല. എന്താണോ ഈ ഡോപ്പാമിൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരാളെ പ്രേരിപ്പിച്ചത്, ഹൈ ഡോസിൽ ഡോപ്പാമിൻ ഉൽപ്പാദിപ്പിച്ചത്, ആ സംഗതി തന്നെ വീണ്ടും കിട്ടണമെന്ന ആഗ്രഹമുണ്ട് എങ്കിൽ ആ ആഗ്രഹത്തെയാണ് ആസക്തി എന്ന് പറയുന്നത്. ആ ആസക്തിയെ മറ്റൊരു ലഹരി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ലഹരി ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഏതാണോ, ഏത് സംഗതി ഉപയോഗിച്ചപ്പോഴാണോ നമുക്ക് ആനന്ദം ലഭിച്ചത്, ആനന്ദത്തിന്റെ വേറൊരു പേരാണ് ലഹരി. ലഹരി ഉണ്ടായത്, ആ ലഹരി ഉണ്ടാക്കിയ വസ്തു പിന്നെയും നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് ചിലപ്പോ ചില ആൾക്കാർക്ക് ഭക്ഷണമായിരിക്കാം, ചില ആൾക്കാർക്ക് കളിയായിരിക്കാം, ചില ആൾക്കാർക്ക് പുസ്തക വായനയായിരിക്കാം, ചില ആൾക്കാർക്ക് നല്ല യാത്രയായിരിക്കാം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നാണ് ഈ ഡോപ്പാമിൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പൊ ആ അയാൾക്കത് ലഹരിയാണ്. അയാൾ ആ ലഹരിക്ക് വിധേയനായി വരികയാണ്. അതുകൊണ്ട് അയാൾ അതിന് ആസക്തി ഉള്ളവനാണ്. അതുകൊണ്ടാണ് യാത്ര പോയി ലഹരി ഉണ്ടായ ആൾക്കാരൊക്കെ യാത്രകൾ ചെയ്തുകൊണ്ടേയിരിക്കും. കളി കാണാൻ പോയി ലഹരി ഉണ്ടായ ആൾക്കാരൊക്കെ കളി കണ്ടുകൊണ്ടേയിരിക്കുന്നു. കളിക്കാൻ പോയി ലഹരി ഉള്ളവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് ലഹരി ഉണ്ടായവർ അത് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഏതാണോ ഈ ഡോപ്പാമിൻ ഹൈ ഡോസിൽ ഉണ്ടാക്കിയത്, അതാണ് അയാളുടെ ലഹരി. അപ്പൊ അത് പുസ്തകം വായിച്ച് ലഹരി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അയാളെ വീണ്ടും അത്തരം പുസ്തകങ്ങൾ വീണ്ടും തേടിപ്പിടിച്ചു. അപ്പൊ ചില ലഹരികൾ നല്ലതാണ്, ചില ലഹരികൾ മോശമാണ്. അപ്പൊ നല്ല ലഹരിയുണ്ട്, ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന പോസിറ്റീവായ ലഹരികളുണ്ട്, മോശപ്പെട്ട ലഹരികളുണ്ട്. ഈ മദ്യം കൊണ്ടുണ്ടാക്കുന്ന ലഹരി മോശമായ ലഹരിയാണ്. അതുകൊണ്ടാണ് അത് മാറ്റിവെക്കണം എന്ന് പറഞ്ഞത്. അപ്പോ പകരം
ഈ പറയുന്ന ലഹരി ഏതെങ്കിലും ഒരു ലഹരി നമുക്ക് ഇപ്പൊ ഒരു ലഹരി ആക്കിയിട്ട് എടുക്കാം. മീറ്റിംഗിൽ പോലെ ലഹരി, ഓൺലൈൻ മീറ്റിംഗിൽ പോലെ ലഹരി. ആ ലഹരി ആവണമെങ്കിൽ അതിൽ കയറുന്ന സമയത്ത് ഒരു സന്തോഷം ഉണ്ടാവണം. അതിനകത്ത് ഓരോ പരിപാടികൾ കേൾക്കുമ്പോൾ ഒരു ഭയങ്കരമായ ഒരു ഒരു എക്സൈറ്റിംഗ് ഉണ്ടാവുമ്പോഴാണ് അയാൾക്ക് ഈ ലഹരിയായി മാറുക. അങ്ങനെ ലഹരിയുള്ള ആൾക്കാര് ഈ മീറ്റിങ്ങുകൾ ഇങ്ങനെ സന്ദർശിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു ലഹരി ഇല്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പം മദ്യം ഉപയോഗിച്ച് കൃത്രിമമായി ലഹരി കണ്ടെത്തിയ ആൾക്ക് മദ്യം മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു നിസ്സംഗഭാവമായിരിക്കും ഉണ്ടാവുക. പകരം ഇയാൾ എന്തെങ്കിലും ഈ സന്തോഷം ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് അയാള് മാറ്റി കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പൊ അതിന് ആദ്യം ചെയ്യേണ്ടത് ഈ ആദ്യത്തെ ഡോസിൽ നിന്ന് മാറി നിൽക്കുക. ഞങ്ങളുടെ അനുഭവങ്ങൾ ഇത് തെളിയിക്കുന്നത് ഞങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന ഗ്രന്ഥത്തിലും ഞങ്ങളുടെ ഗ്രേപ്പ് വൈൻ എന്ന മാസികയിലും വായിക്കാം. കൂടാതെ ഞങ്ങളുടെ എല്ലാ കൂട്ടായ്മകളിലും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഇതേ കാര്യം തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ ആദ്യത്തെ കാര്യം ഈ ഡോപ്പാമിൻ ഉത്പാദിപ്പിച്ചുകൊണ്ടിരുന്ന ആദ്യത്തെ പെഗ്ഗിന് അങ്ങോട്ട് മാറ്റി വെക്കുക. കാരണം ആ പെഗ് ഇനി ഒരിക്കലും അത് നമുക്ക് തരില്ല എന്ന ഒരു വസ്തുത തിരിച്ചറിയുക. മാത്രമല്ല ആ മദ്യം ഒരിക്കലും ഈ ഡോപ്പാമിൻ ഉത്പാദിപ്പിക്കില്ല. അതുകൊണ്ട് അത് വെറും വ്യാമോഹമാണ് മോനെ ദിനേശ എന്ന് പറഞ്ഞ പോലെ ആ സംഗതി അങ്ങോട്ട് മാറ്റി വെക്കുക. ആ ഡോപ്പാമിൻ ഉത്പാദിപ്പിച്ച് ആ ഒരു ഉന്മാദാവസ്ഥ, ആ കിക്ക്, ആ തരിപ്പ്, ആ പൂസ് ഉണ്ടാവാൻ അത് സാധ്യമല്ല. അതുകൊണ്ട് ഇത് എത്ര കുടിച്ചാലും അത് കുടിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതല്ലാതെ ഇത് കിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് മാറ്റിവെക്കാൻ കഴിയുന്നത് ആദ്യത്തെ ഒരു പെഗ് മാത്രമാണ് എന്നാണ് ഈ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ പുതുമക്കാരായിട്ടുള്ള ആൾക്കാരും ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ മാറ്റിവെക്കാൻ വേണ്ടി പരീക്ഷണം നടത്താത്ത ഒരൊറ്റ ആള് ഉണ്ടാവില്ല. എല്ലാവരും അവരവരുടേതായ പരീക്ഷണം നടത്തി അതെല്ലാം പരാജയപ്പെട്ട് ഒടുവിലാണ് ഞാനടക്കം ഇതിൻ്റെ അകത്ത് വന്നത്. 20ഓളം പരീക്ഷണങ്ങൾ നടത്തിയ ആളാണ് ഞാൻ. കൃത്യമായി അത് നോട്ടി വെച്ചിട്ടുണ്ട്. ഭയങ്കര ഗവേഷണമായിരുന്നു. അത് കാരണം നിയന്ത്രിച്ച് കുടിക്കാൻ വേണ്ടി 2 പെഗ് അടിച്ച് നിർത്താൻ വേണ്ടി നടത്തിയ ഗവേഷണങ്ങൾക്ക് കണക്കില്ല. അപ്പൊ അത് നടക്കൂല. കാരണം നമ്മളുടെ ശരീരത്തിന്റെ അവസ്ഥ അങ്ങോട്ട് മാറിയത് കൊണ്ട് ആദ്യത്തെ പെഗ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. മാറ്റി വെക്കാൻ പറ്റുന്ന ആദ്യത്തെ പെഗ്ഗാണ് എന്നുള്ളത് തിരിച്ചറിവുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യുക. രണ്ടാമത്തെ മൂന്നാമത്തെ മാറ്റി വെക്കാതിരിക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് നമുക്ക് അടുത്ത ദിവസം കിടക്കാം. ഏതായാലും ഇത്രയും നേരം കേട്ടുനിന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു വിഷയമായിരുന്നു ഇത്. ഒരുപക്ഷെ എന്താണ് മദ്യാസക്തി എന്നും മദ്യം കഴിക്കുമ്പോൾ തലച്ചോറിലുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും പിന്നെയും ആവശ്യപ്പെടുന്നതിന്റെ കാരണം എന്താണെന്നൊക്കെ ഏറെക്കുറെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സാമാന്യബോധം ഉപയോഗിച്ച് വേണം. അപ്പൊ ഞാനിത് പറഞ്ഞപ്പോ ഇതിന്റെ അകത്തും കൊണ്ടൊരു സാമാന്യബോധം അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ എന്നുള്ളതൊന്നും ചോദിക്കേണ്ടതില്ല. ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിൽ അത് എടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു വിജയ മാസ്റ്റർ, താങ്ക് യു വെരി മച്ച്. നിങ്ങളോട് സുബോധജീവിതം എന്ന ചോദ്യത്തെ പറ്റിയിട്ട് വിശദമായിട്ട് മനസ്സിലേക്ക് കയറുന്ന രീതിയിൽ നല്ല ഉദാഹരണങ്ങളോടുകൂടി അറിയിച്ച വിജയ മാസ്റ്ററുള്ള നന്ദി എൻ്റെ വലിയ ഗ്രൂപ്പിന്റെ പേരിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം ഇപ്പൊ വിജയ മാസ്റ്റർ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ചർച്ചയാവാം. നിങ്ങളുടെ സംശയങ്ങളും അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിങ്ങൾക്കുള്ള അനുഭവത്തിൽ വന്ന കാര്യങ്ങളും ഒന്ന് മുമ്പിട്ട് വന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ആരാണ് മുമ്പിട്ട് വരുന്നത്? അതെനിച്ചോട്ടാ, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. സുഹൃത്തുക്കളെ, ഞാനൊരു അമിത മദ്യാസക്ത രോഗി, ആൽക്കഹോളിക്സ് അനോണിമസിലായതുകൊണ്ട് ദൈവം വേല ഇന്ന ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് അരുൺ കോശി. വിജയ മാസ്റ്റർ, ഹായ് ഹായ്. എൻ്റെ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് മദ്യപാനം ഞാൻ ഇപ്പൊ പൂർണ്ണമായിട്ട് നിർത്തിയിട്ട് 10 മാസമായി. ഞാൻ മദ്യവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇല്ലാത്ത ഒരു ശീലമായിട്ടുള്ള ഈ നിക്കോട്ടിൻ പൗച്ച് ഉണ്ട്. അത് യൂസ് ചെയ്ത് ഞാൻ തുടങ്ങിയായിരുന്നു. നിക്കോട്ടിന്റെ പൗച്ചുകളാണ് അത്. നമ്മുടെ നാട്ടിലെ ഈ ഹാൻസ് പോലുള്ള സംഗതിയാണ്. അപ്പൊ അതിന്റെ ഉപയോഗം എനിക്ക് കൂടി വന്നു. ഇപ്പൊ ഞാൻ നാട്ടിലായിരുന്ന സമയത്ത്, പണ്ട് മദ്യപിക്കാതിരിക്കുന്ന സമയത്ത് എനിക്ക് പുകവലിയും പിന്നെ ഈ പറഞ്ഞ ഹാൻസിനോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. എങ്കിലും ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഞാൻ മദ്യപാനം പൂർണ്ണമായിട്ട് നിർത്തിയതിന് ശേഷം ഞാൻ ഈ പെതുക്കെ ഞാൻ ഇതിലേക്ക് വന്നു. എനിക്കിപ്പോ അതിന്റെ ഉപയോഗം കൂടുതലാണ്. അത് ഇപ്പൊ മാഷി പറഞ്ഞ പോലെ അതൊരു ആസക്തിയുടെ ഒരു ഭാഗമാണ്.
പക്ഷെ ഇതിനെ എങ്ങനെ അതൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതൊന്ന് പറഞ്ഞു തരാമോ? ഇത് ഒരുപാട് ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു കേസാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഡൊപ്പാമിൻ ആണ് ശരിക്കും നമ്മളെ ഒരു ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഹോർമോൺ. നമ്മൾ അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. പക്ഷെ ഈ ഡൊപ്പാമിന്റെ പ്രവർത്തനം അവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് വേറെ 2-3 ഹോർമോൺ ഉണ്ട്. ഈ പറഞ്ഞ നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ എന്താ പറയാ നിക്കോട്ടിന്റെ ഈ സാധനവും അത് ഡൊപ്പാമിൻ ഉൽപ്പാദിപ്പിക്കും. അത് ഈ എന്തിനു പറയുന്നു, സാധാരണക്കാർക്ക് നല്ല ചായ കുടിച്ചാൽ പോലും ഈ ഡൊപ്പാമിൻ ഉൽപ്പാദിപ്പിക്കും. അതുകൊണ്ടാണ് ക്ഷീണാവസ്ഥയിലിരിക്കുന്ന സമയത്ത് നല്ലൊരു സ്ട്രോങ് ചായ അങ്ങ് പോരട്ടെ എന്ന് പറയും. അപ്പോൾ ഈ ഗ്ലൂമി ആയിട്ട് നിൽക്കുന്ന ഒരാൾ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉഷാറായിട്ട് വരുന്നത് അയാളിൽ ഈ തലച്ചോറിൽ ഈ ഒരു ഹോർമോണിന്റെ ഉൽപാദനത്തെ സഹായിക്കുന്നത് കൊണ്ടാണ് ഈ ചായ പോലും പറ്റുന്നത്. അതുകൊണ്ട് അയാള് പിന്നീട് ഒരു ദിവസം 3, 4, 5 ചായയൊക്കെ ഇങ്ങനെ കുടിക്കും. അതുപോലും ഈ ഡിപ്പെൻഡന്റ്, അതായത് ഈ ഡൊപ്പാമിൻ ഉൽപ്പാദിപ്പിക്കാൻ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു വസ്തുവായിട്ട് വരികയാണ്. അപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞ പോലെ ഈ നിക്കോട്ടിന്റെ ഈ സംഗതിയും ഈ പറഞ്ഞ ഡൊപ്പാമിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ആശ്രിത വസ്തുവാണ്. അതിന്റെ ഉപയോഗവും സംഭവിക്കുക അളവ് കൂടി കൂടി വരിക എന്നുള്ളതല്ലാതെ ആദ്യ കാലത്ത് ഉപയോഗിച്ചപ്പോ കിട്ടിയ ആ ഒരു സുഖം അത് പിന്നീട് കിട്ടില്ല. അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അത് പിന്നെ നമുക്കത് വിഷമമായിട്ട് മാറുന്ന അവസ്ഥയിലേക്കായിരിക്കും അത് പിൻവലിക്കുക. നിങ്ങൾ അത്രയും എത്തിയിട്ടില്ല എങ്കിൽ അതിനെ അതുകൊണ്ട് മാറ്റിവെക്കുക. പകരം ഈ എൻഡോർഫിന്, സെറാട്ടോണിന്, ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന 3 ഹോർമോൺസ് ഉണ്ട്. അത് 3 ഹാപ്പിനെസിൻ്റെതാണ്. ആ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു വർക്കിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ മയക്കുമരുന്നും, ഈ MDMA, കഞ്ചാവ്, ഹാഷിഷ്, ചരസ് തുടങ്ങിയിട്ടുള്ള മയക്കുമരുന്നുകളും ഏത് തരത്തിലുള്ള മദ്യവും, പുകയില, അതേപോലെ ഹാൻസ്, സിഗരറ്റ് തുടങ്ങിയ സാധനങ്ങളെല്ലാം ഈ പറഞ്ഞ ഡൊപ്പാമിന്റെ ഉൽപാദനത്തിലാണ് കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു സംഗതി ഉണ്ടാവുന്നു. അങ്ങനെ ഡോപ്പാമിന്റെ പ്രശ്നം എന്ന് വെച്ചാല് അത് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അത് 1-2 മണിക്കൂർ, ആദ്യ കാലത്തൊക്കെ ഉൽപ്പാദിപ്പിക്കും 1-2 മണിക്കൂർ കഴിഞ്ഞാൽ അത് റിവേഴ്സിലേക്ക് പോകും. ഹൈയിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ റിവേഴ്സിലേക്ക് പോകും, മൈനസിലേക്ക് പോകും. സീറോയിലല്ല എത്തുക, മൈനസിൽ പോകും. ഈ മൈനസിൽ എത്തി കഴിഞ്ഞാൽ വീണ്ടും അതിനെ സീറോയിലേക്ക് എത്തിക്കണമെങ്കിൽ എന്താണോ ഉപയോഗിച്ച അതേ സാധനം തന്നെ വീണ്ടും വേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ അതേ സാധനം തന്നെ തേടി പോകുന്നത്. ഇപ്പൊ നമ്മൾ സിഗരറ്റിന് പോലും ബ്രാൻഡ് ഉണ്ട്. ഒരാളൊരു സിഗരറ്റ് വലിച്ച് ഡൊപ്പാമിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, ആ ബ്രാൻഡ് അല്ലാത്ത സിഗരറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ആ ഡൊപ്പാമിൻ ഉൽപ്പാദിപ്പിക്കില്ല. അങ്ങനെ വരുമ്പോഴാണ് ഇതിനെ അഡിക്റ്റ് എന്ന് പറയുന്നത്. അത് തന്നെ വേണം. അപ്പൊ ഏത് സംഗതിയും നമുക്ക് അഡിക്റ്റ് ആവാം. ആ അഡിക്റ്റ് ആവാൻ കാരണം അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഡൊപ്പാമിൻ ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആ പുകയില ഉൽപ്പന്നവും അത് തന്നെയാണ് നടക്കുന്നത്. അത് ഉപയോഗിക്കുമ്പോൾ നിങ്ങളിൽ ഡൊപ്പാമിൻ ഉൽപ്പാദിപ്പിച്ചു. ഇനി ആ സ്ഥാനത്ത് അതല്ലാതെ വേറെ ഒന്ന് ഉപയോഗിച്ചാലും നമുക്ക് ഡൊപ്പാമിൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ആദ്യ ഘട്ടത്തിൽ അതങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ഡൊപ്പാമിൻ ഉണ്ടാവില്ല. ഡൊപ്പാമിൻ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ നമുക്ക് സംഭവിക്കുക, നമ്മൾക്ക് ഉത്സാഹം ഉണ്ടാവില്ല. നമ്മളൊരു ഗ്ലൂമി ആയി മാറും. ഗ്ലൂമി വെച്ചാൽ കുറച്ചൊക്കെ ഒന്നിനും ഒരു ഉത്സാഹം ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറും. അങ്ങനെ അതുകൊണ്ടാണ് ഈ ചികിത്സാലയത്തില് അവിടെ നിന്ന് ചെറിയ തോതിൽ ഇതിങ്ങനെ അഡിക്ഷൻ നടത്തി വരുന്നത്. ഗ്ലൂമി ആയി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ പൊടിച്ച് ഒരാഴ്ച കൊണ്ട് അത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരലാണ് ചികിത്സാലയത്തിൽ നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോഴാണ് വീണ്ടും ഇതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ മാർഗങ്ങളാണ്, കുറേ മാർഗങ്ങൾ പറയുന്നുണ്ട്. ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് നിങ്ങൾ മീറ്റിങ്ങിൽ പോവുക, എന്നിട്ട് അവിടെ ആസ്വദിക്കുക. അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ആൾക്കാരുടെ അനുഭവങ്ങളും, എന്നെക്കാളും മോശപ്പെട്ട ആൾക്കാരൊക്കെ രക്ഷപ്പെട്ട അനുഭവങ്ങളും, എനിക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയായ കുറെ കാര്യങ്ങളും കേട്ട് കഴിയുമ്പോൾ അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കുറെ കാര്യങ്ങൾക്ക് കുറെ സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാവുന്നു. അതേപോലെ തന്നെ ടൈമിനെ നമ്മൾ യൂസ് ചെയ്യുന്നു, നമ്മുടെ ഒഴിവ് സമയത്തെ നമ്മൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഹോർമോൺസ് ആണ്
ഈ സെറാട്ടോണിൻ എന്ന് പറയും. അപ്പൊ ആ സെറാട്ടോൺ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ, അല്ലെങ്കിൽ എൻഡോർഫിൻ എന്ന് പറഞ്ഞ, ഈ രണ്ടും ഉണ്ട്. ഈ എൻഡോർഫിൻ ഹോർമോൺ ഉത്പാദിപ്പിക്കുമ്പോൾ അത് കുറേ നേരത്തേക്ക് നിലനിൽക്കുന്നതാണ്. ഇപ്പൊ ഒരു ദിവസം ഈ ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു 10, 16 അല്ലെങ്കിൽ 24 മണിക്കൂർ നേരം ഈ ഹോർമോണിന്റെ എഫക്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല പോലെ നമ്മൾ എക്സസൈസ് ചെയ്യുക, നല്ല കാഴ്ചകൾ കാണുക, നല്ല വർത്തമാനം പറയുക, ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഈ പറഞ്ഞ എൻഡോർഫിൻ ഹോർമോണാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒന്നും അല്ലെങ്കിൽ പൊട്ടിച്ചിരിക്കുക, നന്നായി ചിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചെറിയ ഫലിതം കേട്ടാൽ പോലും ഉറക്കെ ചിരിക്കുക, അതും നല്ല എന്താ പറയാ പല്ല് കാണിച്ചുകൊണ്ട് ചിരിക്കുക. ഇപ്പൊ നിങ്ങള് വേണമെങ്കിൽ ഇപ്പോ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. ഒരു പേന എടുത്ത് ഇങ്ങനെ കടിച്ചു പിടിച്ച് എന്ന് പറഞ്ഞിട്ട് കീറി ഇങ്ങനെ വലിച്ച് ഇതാക്കി കഴിഞ്ഞപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കൊരു ചിരി ഫീൽ ചെയ്യും. അപ്പൊ ആ ചിരി ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡോപ്പാമിൻ എൻഡോർഫിൻ ഉത്പാദിപ്പിക്കുന്നുള്ളതാണ്. കൃത്രിമമായിട്ട് ചിരിച്ചാലും മതി. അപ്പൊ നമുക്ക് കാണുന്ന എല്ലാ കാര്യത്തിലും കൃത്രിമമായിട്ടാണെങ്കിൽ പോലും നമ്മളത് കാണുക. നല്ലതാണ്, ഹായ് നല്ല രസമുണ്ടല്ലോ, ഹായ് നല്ലതുണ്ടല്ലോ എന്ന് ബോധപൂർവം നമ്മൾ പറഞ്ഞാൽ പോലും സബ് കോൺഷ്യസ് മൈൻഡ് ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള വിവരമൊന്നും സബ് കോൺഷ്യസ് മൈൻഡിന് അറിയില്ലായിരുന്നു. അങ്ങനെ ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇത് പോവുകയും അങ്ങനെ നമുക്ക് ഈ എൻഡോർഫിൻ എന്ന് പറഞ്ഞ ഹോർമോണിന്റെ ഉത്പാദനം നടക്കുകയും ചെയ്യുന്നവർ. അപ്പൊ അതുകൊണ്ടാണ് ഈ മീറ്റിങ്ങിലൂടെ പോകുമ്പോൾ കുറെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് ചിലപ്പം പൊട്ടത്തരം ആയിക്കോട്ടെ, നല്ലതാണെന്ന് തോന്നിയാൽ പൊട്ടത്തരമാണ്, അതിനെ വിശകലനം ചെയ്ത് മോശമാക്കാതെ നല്ല കാര്യമാണെങ്കിൽ അത് അങ്ങനെ വിഴുങ്ങ മുഴുവൻ കേട്ടു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു സന്തോഷം വരും. ഈ സന്തോഷം വന്നാൽ മാത്രമേ നമുക്ക് മറ്റേതിനെ ഒഴിവായി പോവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഗ്ലൂമി ആയിട്ടിരിക്കും. നമുക്ക് എന്തായാലും ആ സാധനം തന്നെ വേണ്ടി വരും. അതുകൊണ്ടാണ് പകരം ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മൾ കണ്ടെത്താതെ ഒരു സാധനം ഉപേക്ഷിച്ചാൽ അത് ഒട്ടും അത് സ്ഥായിയല്ല. അതുകൊണ്ടാണ് എത്രയോ ആൾക്കാർ നേരത്തെ കള്ളുകൂടി നിർത്തിയിട്ട് നിലനിൽക്കാത്തത്, എത്രയോ ആൾക്കാർ പുകവലി നിർത്തിയിട്ട് നിലനിൽക്കാത്തത്. നിലനിൽക്കണമെങ്കിൽ അത് ഉപയോഗിച്ചപ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന സംഗതിക്ക് പകരമായിട്ടുള്ള സംഗതി നമ്മൾ കൊടുക്കണം. അപ്പൊ ഈ ഒരു സാധനം ഉപേക്ഷിച്ച് ചിലപ്പോൾ 2-3 അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കോ വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാകുമെങ്കിലും അതിന് പകരം സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കണം, അത് കൊടുക്കണം. അതിൽ കുറേ കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പുസ്തകത്തിൽ ഉടനീളം 31ഓളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താ പറയാ, വേറെ നാം ഒന്നുമില്ലെങ്കിലും എല്ലാവരോടും സ്നേഹം പ്രകടിപ്പിക്കുക, അതൊരു ടെക്നിക്കാന്ന് പറഞ്ഞത്. ആരോടും സ്നേഹം ഇല്ലെങ്കിൽ പോലും എല്ലാവരോടും ഹായ് 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 എന്ന് പറഞ്ഞിട്ട് സ്നേഹം, ഭ്രാന്ത് പിടിച്ചവനെ പോലെ അല്ല, എന്നാലും സ്നേഹം ഉള്ളതുപോലെ നമ്മൾ അഭിനയിക്കുക, ചിരി ഉള്ളതുപോലെ നമ്മൾ അഭിനയിക്കുക. അങ്ങനെ കുറച്ച് ദിവസം അതങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹോർമോൺ ഉത്പാദിപ്പിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ചില സാധനങ്ങളെ മാറ്റിവെക്കാൻ പറ്റും. ഈ അല്ലാതെ നമ്മൾ ഇത് മാത്രം മാറ്റി വെച്ചാൽ നമ്മൾ ഗ്ലൂമി ആവും, നമ്മൾ പിന്നോട്ട് വലിയും, ഒന്നും ചെയ്യാതിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും അതേ സാധനം വേണ്ടി വരും. ഒരു ശീലത്തിൽ നിന്ന് മറ്റൊരു ശീലത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ ശ്രമിച്ചില്ലെങ്കിൽ നമുക്ക് ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിയില്ല. ഇതാണോ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. അതായത് അത് തന്നെ മാഷെ. എനിക്കാണെങ്കിൽ മാഷ് പറഞ്ഞതിന്റെ കൂട്ട് എനിക്കിത് മറ്റേ കള്ളുകൂടി നിർത്തിയതിന് ശേഷം ഇതിന്റെ ഉപയോഗം ഞാൻ ആദ്യമേ ഒരു ജസ്റ്റ് ഒരു സബ്സ്റ്റൻസ് എന്നുള്ള രീതിയിൽ ഞാൻ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. പിന്നീട് അതിന്റെ കാലക്രമേണ അതിന്റെ എണ്ണം കൂടി, അത് വെക്കുന്നതിന്റെ എണ്ണം കൂടി. പിന്നെ ഇടയ്ക്ക് ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സാഹചര്യത്തിൽ അത് വീണ്ടും വേണ്ടതായിട്ട് വന്നു. പിന്നീട് എന്താവശ്യം ഉണ്ടെങ്കിലും ഇപ്പൊ അത് വെക്കണം എന്നുള്ളൊരു അല്ല, ഈ രണ്ടാമത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ ആദ്യത്തേനേക്കാളും കൂടിയില്ലേ സംഗതി? കൂടിയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഉപയോഗിച്ചാൽ മതിയാവൂല, രണ്ടാമത് ഉപയോഗിക്കുമ്പോ അതെന്തായാലും അളവ് കൂടുതൽ അത് വേണം. ഇതിനാണെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഇതിന്റെ ഒരു 6 ഡോട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോയിന്റ് ഉണ്ട്. അതിന്റെ പവർ ആണത്. അപ്പൊ എനിക്ക് ആ പവർ തന്നെ വേണം. അപ്പം അതാണ്
അതിനാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. കാരണം അത് കിട്ടിയാൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു വർക്ക് തലച്ചോറിൽ നടക്കുള്ളൂ, ഏതാണോ ഉപയോഗിച്ചത്. അതുകൊണ്ടാണല്ലോ MDMA ഒക്കെ ഫ്രീ കൊടുക്കുന്നേ. MDMA ഫ്രീ കൊടുത്താൽ പിറ്റേ ദിവസം ഇവൻ വന്നിട്ട് കാശ് കൊടുത്ത് വാങ്ങിക്കോളും. കാരണം അത് കിട്ടാതെ അവനവിടെ നിലനിൽപ്പില്ല. അതുകൊണ്ടാ എല്ലാം ഈ അഡിക്ഷൻ വരുന്ന സാധനവും ഫ്രീ കിട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു നഷ്ടവും വരില്ല. കാരണം പിറ്റേ ദിവസം അയാൾ അന്വേഷിച്ച് വരും. അതാണ് ഇതിന്റെ ഒരു ടെക്നിക്ക്. അത് ഈ തലച്ചോറിൽ നമ്മുടെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനൊക്കെ തകരാറ് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ അതിന് പകരം സംവിധാനം നമ്മൾ ഉണ്ടാക്കണം. അതാണ് ഈ AI-യിലുള്ള മുഴുവൻ പരിപാടിയും പറഞ്ഞത്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടാണ്, ബദൽ ലഹരി എന്നാ പറയാ. സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടെത്തണം. അപ്പൊ നമുക്ക് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ നമുക്ക് ഉന്മേഷവും ഉഷാറും ഒന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോ ഈ ഒരു നമുക്ക് ഉന്മേഷവും ഉഷാറും തന്നുകൊണ്ടിരുന്ന മദ്യമാണോ മയക്കുമരുന്ന് സിഗരറ്റ് എന്താണോ അതിനെ നമ്മൾ അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൈനസിലേക്കാ പോണേ. ഈ മൈനസിൽ നിന്നുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂല. അങ്ങനെ നമുക്ക് എത്ര കാലം ഇതിങ്ങനെ ജീവിക്കാം? ഇതിന് നല്ല ചാവുകയാണ് നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇത് ചാവുകയാണ് ചാവട്ടെ എന്ന് പറഞ്ഞ് അതേ സാധനം തന്നെ പിന്നെ ഉപയോഗിക്കാൻ പോണേ. പക്ഷെ അവിടെ നമ്മൾ നിർത്തി വെച്ചിട്ട് നമ്മൾ പകരം സംവിധാനം നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്തെടുക്കണം. എനിക്ക് ഏതാണോ ഏറ്റവും സ്യൂട്ടായിട്ടുള്ളത് അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തണം. ഞാന് വായനയിലും ക്ലാസ് എടുക്കാനും അതുപോലെ തന്നെ എഴുത്തിലേക്കും ഒക്കെ അങ്ങ് തിരിഞ്ഞു. അപ്പോ സ്വാഭാവികമായിട്ടും അതെനിക്ക് ഭയങ്കര ഇഷ്ടമായപ്പോ അതുകൊണ്ട് അതാണ് ഇപ്പൊ എന്റെ ഒരു ലഹരി. ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. വേറെ ഒന്നിലേക്ക് തിരിയണം. ചിലര് AI പ്രവർത്തനത്തിലേക്ക് വല്ലാതെ അങ്ങോട്ട് തിരിയും, ചിലര് ജോലിയിലേക്ക് തിരിയും. അങ്ങനെ പല പുതിയ മാർഗത്തിലേക്ക് മാറണം ഇത് മാറ്റിവെച്ചിട്ട്. അല്ലാതെ നമുക്കൊരു രക്ഷയില്ല. ഓക്കെ മാഷെ. ഓക്കെ മാഷെ, താങ്ക് യു. താങ്ക് യു അരുൺ, താങ്ക് യു ജിമാഷെ. നമുക്കൊരു 2 മിനിറ്റോടെ ഉള്ളൂ. ആർക്കെങ്കിലും 2 വാക്ക് സംസാരിക്കണമെങ്കിൽ മുമ്പിട്ട് വരാം. ഷെയർ ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ 5 മിനിറ്റ് എടുത്ത് ഷെയർ ചെയ്യാം മുമ്പിട്ട് വന്ന്. ഓക്കെ, താങ്ക് യു വിജയമാഷോടുള്ള നന്ദി ഞങ്ങളുടെ എല്ലാവരും പേരും ഗ്രൂപ്പിന്റെ പേരിൽ അറിയിക്കുന്നു. അതോടൊപ്പം വീണ്ടും നിങ്ങളെല്ലാവരും മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. വീണ്ടും അടുത്ത മീറ്റിങ്ങുകളിലേക്ക് കടന്നു വരുമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാണ്. അതിന് വാഗ്ദാനങ്ങൾ വായിക്കാമോ? സാഹചര്യം ഓക്കെ. വാഗ്ദാനങ്ങൾ വായിക്കാൻ സാധിക്കുന്ന ആരെങ്കിലും മുമ്പിട്ട് വരിക. ഞാൻ വായിച്ചു തരാം ചേട്ടാ. ഓക്കെ, താങ്ക് യു. ഒരു മിനിറ്റ് എടുക്കട്ടെ. AI-യുടെ വാഗ്ദാനങ്ങൾ. നമ്മുടെ പുരോഗതിയിലെ ഈ ഘട്ടത്തിൽ